രാവിലെ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റത് ഫോണിലെ ടെക്സ്റ്റ് മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടുകൊണ്ടായിരുന്നു. ഉറക്കച്ചടവോടെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കാതെ തന്നെ ഞാൻ ഫോൺ എടുത്തു നോക്കി. മെസ്സേജിന് മുന്നേ ആദ്യം നോക്കിയത് സമയമായിരുന്നു. 9 മണി. ഹോ, എഴുന്നേൽക്കാൻ പതിവിലും 1.5 മണിക്കൂർ വൈകി. സ്വയം മനസ്സിൽ പഴിചാരി മെസ്സേജ് എടുത്തു നോക്കി. ഒരു സേവ് ചെയ്യാത്ത നമ്പറിൽ നിന്നായിരുന്നു ആ മെസ്സേജ്. പക്ഷേ എനിക്ക് ആകെ അറിയാവുന്നതും വളരെ സുപരിചിതവുമായിരുന്നു ആ നമ്പർ. അതെ, അത് ഐസക്കിൻ്റെ നമ്പറായിരുന്നു. 2 വരിയിൽ ഒതുങ്ങുന്ന ഒരു മെസ്സേജായിരുന്നു അത്. എത്രയും വേഗം ഇവിടെ എൻ്റെ ഫ്ലാറ്റിലെത്തണം. വളരെ അർജൻറ്റായൊരു കേസ് വന്നിട്ടുണ്ട്. ഇത്രയുമായിരുന്നു ആ മെസ്സേജ്. വളരെ ചെറിയ മെസ്സേജ് ആയിരുന്നു അതെങ്കിലും അതിലൊരു തീവ്രത പ്രകടമായിരുന്നു. ഏകദേശം 1.5 വർഷത്തിന് ശേഷമാണ് ഐസക്കിൻ്റെ ഒരു മെസ്സേജ് എനിക്ക് വരുന്നത്. അതും ഏതോ അർജൻറ്റ് കേസിൻ്റെ കാര്യം സൈക്കോളജി കരിയറൊക്കെ ഉപേക്ഷിച്ചിട്ട് വർഷങ്ങളായെങ്കിലും ഐസക് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു വന്നാൽ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല. എന്തായാലും ഇവിടെ ഈ കൊച്ചിയിലെ ഇടുങ്ങിയ ഫ്ലാറ്റിലെ ഒറ്റയ്ക്കുള്ള ജീവിതം എന്നെയും മടുപ്പിച്ചു തുടങ്ങിയിരുന്നു. സത്യം പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് തന്നെയായിരുന്നു ഐസക്കിൻ്റെ മെസ്സേജും. ഞാനും ആഗ്രഹിച്ചിരുന്നു കേസും തിരക്കുമൊക്കെയുമുള്ള കുറച്ച് ദിവസങ്ങൾ. അതുകൊണ്ട് തന്നെ ഇനി രണ്ടാമതൊന്നും ആലോചിക്കാതെ തന്നെ ഐസക്കിൻ്റെ ഫ്ലാറ്റിലേക്ക് തിരിക്കാമെന്ന് ഞാനും ഓർത്തു. അങ്ങനെ ഉടനെ തന്നെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് വേഗം തന്നെ അവിടേക്ക് തിരിക്കാനുള്ള തയ്യാറെടുപ്പായി. അങ്ങനെ എൻ്റെ സന്തത സഹചാരിയായ ട്രാവൽ ബാഗും തോളിലിട്ട് 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ അവിടേക്ക് തിരിച്ചു. ഏകദേശം 1 മണിക്കൂർ ഡ്രൈവേ ഉള്ളൂ ഇവിടുന്ന് ഐസക്കിൻ്റെ ഫ്ലാറ്റിലേക്ക്. അങ്ങനെ ആ ഡ്രൈവിന് ശേഷം ഞാൻ അവിടെ എത്തി, ഐസക്കിൻ്റെ ഫ്ലാറ്റിൽ. കോളിംഗ് ബെൽ അടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡോറും തുറന്നു വന്ന ഐസക് ഒരു നിമിഷം എന്നെ കണ്ടെന്ന് ഞെട്ടി. കാരണം അവൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു മെസ്സേജ് അയച്ച് വെറും 4 മണിക്കൂറിനുള്ളിൽ ഞാൻ അവിടെ എത്തുമെന്ന്. കണ്ടപാടെ ഐസക്കിനെ ഒന്ന് കെട്ടിപ്പിടിച്ച ശേഷം ഞാൻ അവനോടൊപ്പം ഫ്ലാറ്റിലേക്ക് കയറി. അകത്തേക്ക് കയറിയ പാടെ എനിക്ക് ആദ്യം അറിയേണ്ടത് രാവിലെ വന്ന ആ മെസ്സേജിനെ കുറിച്ചായിരുന്നു. ഞാൻ കൂടുതൽ മുഖവുര ഒന്നുമില്ലാതെ തന്നെ കാര്യത്തിലേക്ക് കടന്നു. ഞാൻ പയ്യെ ഐസക്കിനോടായി ചോദിച്ചു, എന്താ ഐസക് രാവിലെ വന്ന ആ മെസ്സേജ്? എന്താണ് ആ അർജൻറ്റ് കേസ്? ഞാൻ ചോദ്യം ചോദിച്ചപ്പോഴേക്കും ഐസക്കിൻ്റെ മുഖം അല്പം ഗൗരവത്തിലേക്ക് മാറിയിരുന്നു. അവൻ ഉടൻ സംസാരിച്ചു തുടങ്ങി. അതെൻ്റെ ഒരു പഴയ സുഹൃത്തിൻ്റെ മകളുടെ കേസാണ്. ഒരു 6 വയസ്സുകാരി കുട്ടിയുടെ. അപ്രതീക്ഷിതമായി ഈ കഴിഞ്ഞ ആഴ്ച ഒരു വർക്കിൻ്റെ കാര്യത്തിനായി ഞാനൊന്ന് ഇടുക്കി വരെ പോയ സമയത്താണ് ഞാൻ അയാളെ കാണുന്നത്. ഡോക്ടർ ആഷിഖ് ഉസ്മാൻ. കുറേ നാളുകൾക്ക് ശേഷം കാണുന്നത് കൊണ്ട് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു. അതിനിടയിലാണ് അയാളുടെ മകൾ ഇസയുടെ കാര്യം പറയുന്നത്. കേട്ടിടത്തോളം അതല്പം കോംപ്ലിക്കേഷൻ പിടിച്ച വിഷയമാണെന്ന് എനിക്ക് മനസ്സിലായി. വിഷയം കേട്ട ഉടനെ ഞാൻ നിന്റെ കാര്യം ആഷിഖിനോട് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ആ സമയം ആ കുട്ടി വേറൊരു ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. പക്ഷേ ഇന്നലെ രാവിലെ അയാൾ എന്നെ പിന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡോക്ടറുടെ ചികിത്സയിലും ഒരു മാറ്റവുമില്ല. മാത്രമല്ല, കാര്യങ്ങളൊക്കെ കൂടുതൽ കൈവിട്ടു പോകുന്നതായി അയാൾക്കൊരു പേടിയും. അത്രയും കേട്ടപ്പോഴേക്കും ഞാൻ അയാൾക്ക് വാക്കുകൊടുത്ത് നിന്നെയും കൊണ്ട് ഇത്രയും വേഗം അവിടെ എത്താമെന്ന്. ഞാൻ അത്രയും ക്ഷമയോടെ കേട്ടതിന് ശേഷം അല്പം സ്വരം താഴ്ത്തി ഐസക്കിനോട് ചോദിച്ചു, അല്ല ഐസക്, അതൊക്കെ ശരി, നീ ഇപ്പോഴും ആ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞില്ല. അല്പം ആകാംക്ഷയോടെ ഞാൻ പറഞ്ഞു നിർത്തി. ഇല്ല, അത് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. അവരുടെ അടുത്തുനിന്ന് നേരിട്ട് കേൾക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. ഐസക് അല്പം ഗൗരവത്തോടെ പറഞ്ഞു നിർത്തി. കാര്യമറിയാൻ എനിക്കും അല്പം ആകാംക്ഷയുണ്ടെങ്കിലും ഐസക് പറഞ്ഞതിൽ കാര്യമുള്ളതുകൊണ്ട് പിന്നെ ഞാൻ കൂടുതൽ നിർബന്ധിക്കാതെ ശരിയെന്നർത്ഥത്തിൽ തലയാട്ടി. ഐസക് പിന്നെയും തുടർന്നു, എന്തായാലും നീയും ഫ്രീയല്ലേ? അങ്ങനെയാണെങ്കിൽ സമയം കളയാതെ നമുക്ക് അടുത്ത രാവിലെ തന്നെ അവിടേക്ക് തിരിക്കാം. എന്തു പറയുന്നു? ഐസക് പറഞ്ഞു നിർത്തി. ഞാൻ സന്തോഷത്തോടെ തന്നെ ഐസക്കിനോട് ശരിയെന്ന് പറഞ്ഞു നിർത്തി. ശേഷം ഞാൻ ബാഗെല്ലാം എടുത്ത് റൂമിൽ വെച്ച ശേഷം അല്പനേരം കിടന്നു. മനസ്സിൽ മുഴുവൻ ഒന്നും അറിയാത്ത ആ കേസിനെ കുറിച്ചായിരുന്നു.
അങ്ങനെ എങ്ങനെയൊക്കെയോ അന്നത്തെ ദിവസം ഞാൻ തള്ളി നീക്കി. എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ എത്തണം, കേസിനെ കുറിച്ച് കൂടുതൽ അറിയണം. അതുമാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അടുത്ത ദിവസം രാവിലെ 9 മണിയോടെ തന്നെ ഞങ്ങൾ അവിടേക്ക് തിരിച്ചു. കൂടുതൽ സംഭാഷണങ്ങളൊന്നുമില്ലാത്ത അല്പം ഗൗരവം നിറഞ്ഞ ഒരു യാത്രയായിരുന്നു അത്. ഏകദേശം 4 മണിക്കൂറോളമുള്ള യാത്രയും കഴിഞ്ഞ് ഐസക് വണ്ടി വലിയൊരു വീടിൻ്റെ പാർക്കിങ്ങിൽ കൊണ്ടുപോയി നിർത്തി. വീടിൻ്റെ വലിപ്പം കണ്ട് ഞാൻ ചെറുതായി ഒന്ന് ഞെട്ടി. അതും തിരക്കൊന്നുമില്ലാത്ത ഒറ്റപ്പെട്ട് കിടക്കുന്ന ഇതുപോലെയൊരു സ്ഥലവും. കാറിൽ നിന്നും ഇറങ്ങി വീടിനടുത്തേക്ക് നടക്കുന്ന സമയത്ത് ഞാൻ ഐസക്കിനോടായി ചോദിച്ചു, അല്ല ഐസക്, നിനക്കെങ്ങനെയാ ഇയാളെ പരിചയം? പെട്ടെന്നായിരുന്നു ഐസക്കിൻ്റെ മറുപടി, ഇയാൾ അതിന് ഇവിടത്തുകാരനൊന്നുമല്ല, നമ്മുടെ നാട്ടുകാരനാ. അവിടെ എറണാകുളത്ത് മെഡിസിറ്റി ഹോസ്പിറ്റലിൽ സർജനായിരുന്നു ഇയാൾ കുറേ നാൾ മുന്നേ. പിന്നീട് കല്യാണമെല്ലാം കഴിഞ്ഞപ്പോഴേക്കും തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഇവിടെ സ്വസ്ഥമായി സെറ്റിലായെന്നേ ഉള്ളൂ. ആഹാ, ഞങ്ങൾ സംസാരിച്ച് വീടിൻ്റെ മുന്നിൽ എത്തിയിരുന്നു. അപ്പോഴേക്കും വീടിൻ്റെ ഡോറും തുറന്ന് ഒരാൾ പുറത്തേക്ക് വന്നു. ഒരു 35 വയസ്സിലേറെ പ്രായം തോന്നിക്കുന്ന ഒരാൾ. അപ്പോഴേക്കും ഐസക് എന്നോട് പറഞ്ഞു, അതാണ് ആഷിഖ് എന്ന്. പക്ഷേ ഐസക്കിനെ കണ്ടതോടെ ആഷിഖിന് എന്നെ മനസ്സിലായിരുന്നു. അയാൾ ഉടനെ വലിയ സന്തോഷത്തോടെ വന്ന് ഞങ്ങളെ 2 പേരെയും അകത്തേക്കിരുത്തി. അപ്പോഴേക്കും അകത്തുനിന്ന് അയാളുടെ വൈഫും വന്നിരുന്നു. കുറച്ചു നേരം കൊണ്ട് ഞങ്ങൾ പരസ്പരം പരിചയപ്പെട്ടു. ആഷിഖ് ഇപ്പോൾ ഇവിടെ അടുത്ത് ചെറിയൊരു ഹോസ്പിറ്റലിലാണ് ഡ്യൂട്ടി. ഏകദേശം 10 വർഷം മുന്നേയായിരുന്നു ആഷിഖിൻ്റെ വിവാഹം. രേഖ എന്ന ഹിന്ദു പെൺകുട്ടിയുമായിട്ടായിരുന്നു വിവാഹം. മറ്റൊരു മതസ്ഥനായിട്ടുള്ള വിവാഹം കാരണം രേഖയുടെ വീട്ടിൽ നിന്നും, വിവാഹം കഴിച്ച കുട്ടിയെ മതം മാറ്റാത്തതുകൊണ്ട് ആഷിഖിൻ്റെ വീട്ടിൽ നിന്നും പുറത്തായി. അങ്ങനെയാണ് ആഷിഖ് മെഡിസിറ്റിയിലെ നല്ല വർക്കെല്ലാം കളഞ്ഞ് ഇതുപോലൊരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഒതുങ്ങിക്കൂടാൻ കാരണം. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അടുത്ത കുറച്ച് സമയം കൊണ്ട് ഞാൻ അവരെ ആഴത്തിൽ തന്നെ അറിഞ്ഞു. ഒരുപാട് നേരത്തെ സംസാരത്തിന് ശേഷം ഞാൻ പയ്യെ കാര്യത്തിലേക്ക് കടന്നു. അല്പം ഗൗരവത്തോടെ തന്നെ ആഷിഖിനോട് സംസാരിച്ചു തുടങ്ങി. അപ്പോൾ പറയൂ ആഷിഖ്, ഇത്രയും നേരമായിട്ട് ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ഇതുവരെ നിങ്ങളാരും എന്നോട് പറഞ്ഞിട്ടില്ല. ആകാംക്ഷയോടെ ഞാൻ പറഞ്ഞു നിർത്തി. പെട്ടെന്ന് തന്നെ ഹാളൊന്ന് നിശബ്ദമായി. പതിയെ സ്വരം താഴ്ത്തി ആഷിഖ് സംസാരിച്ചു തുടങ്ങി. സർ, എൻ്റെ മകൾക്കാണ് പ്രശ്നം, ഇസക്കുട്ടിക്ക്. ഏകദേശം 2 ആഴ്ച മുന്നെയാണ് ഇതിൻ്റെ എല്ലാം തുടക്കം. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞു വരാൻ വൈകിയൊരു ദിവസം ഇവിടെ രേഖയും ഇസക്കുട്ടിയും മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഇസക്കുട്ടി ഫ്രണ്ട് ഏരിയയിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രേഖ എന്തോ കാര്യത്തിന് അകത്തേക്ക് പോയി ഒരു 5 മിനിറ്റിനുള്ളിൽ പുറത്തേക്ക് വന്നു. പക്ഷേ അവൾ തിരിച്ചെത്തിയപ്പോഴേക്കും കുട്ടിയെ കാണുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ആയതുകൊണ്ട് രേഖ ഒന്ന് ഞെട്ടി. പെട്ടെന്ന് തന്നെ ചുറ്റും പരിസരവും വീടുമെല്ലാം നോക്കിയെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല. അവൾ ഉടനെ തന്നെ എന്നെ വിളിച്ച് കാര്യം പറഞ്ഞു. സംഭവം അറിഞ്ഞതോടെ ഞാനും ഉടൻ തന്നെ വീട്ടിലേക്കെത്തി. ഞാനും ഇവിടെ അടുത്ത് കാടും പരിസരവുമൊക്കെ നോക്കിയിട്ടും കാര്യമൊന്നുമില്ലാത്തതുകൊണ്ട് കൂടുതൽ റിസ്ക് എടുക്കാതെ ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. അവരുടൻ തന്നെ കാര്യമായി അന്വേഷണമെല്ലാം നടത്തി. ഞങ്ങളുടെ പ്രാർത്ഥനയും അവരുടെ കാര്യക്ഷമമായ അന്വേഷണം കൊണ്ട് 18 മണിക്കൂറിനുള്ളിൽ, അതായത് പിറ്റേ ദിവസം രാവിലെ 11 മണിയോടെ കുട്ടിയെ ഇവിടെ വീട്ടിൽ നിന്നും 1 കിലോമീറ്റർ അകലെ കാടിൻ്റെ അകത്ത് ഒരു ചെറിയ അരുവിക്ക് സമീപം അബോധാവസ്ഥയിൽ കിട്ടി. അതും ഒരു പോറൽ പോലും ഏൽക്കാതെ. അവർ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഞങ്ങളെയും വിവരം അറിയിച്ചു. ഞങ്ങൾക്കും വലിയ ആശ്വാസമായി. വേറെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് പിറ്റേ ദിവസം തന്നെ കൊച്ചിനെ അവർ ഡിസ്ചാർജ് ചെയ്തു. പക്ഷേ സംഭവങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അവിടെ നിന്നായിരുന്നു. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആഷിഖിൻ്റെ ശബ്ദമിടർന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. ഞാൻ പയ്യെ ആഷിഖിനോടായി പറഞ്ഞു, പറയൂ ആഷിഖ്, പിന്നീട് എന്താ ഉണ്ടായത്? എന്തായിരുന്നു പ്രശ്നങ്ങൾ? ആഷിഖ് പയ്യെ തുടർന്നു. അന്നത്തെ സംഭവത്തിന് ശേഷം തിരിച്ചു കിട്ടിയത് ഞങ്ങളുടെ പഴയ ഇസക്കുട്ടിയെ അല്ലായിരുന്നു. അവൾ ഒരുപാട് മാറിപ്പോയിരുന്നു. അവൾ ഞങ്ങളെ തിരിച്ചറിയുന്നുണ്ടായിരുന്നില്ല. 2-ാം ദിവസം തുടങ്ങി അവൾ അപ്പാടെ മാറിപ്പോയെന്ന് വേണം പറയാൻ.
മുഴുവൻ സമയവും അവളുടെ മുഖം ഗൗരവമായിരിക്കുന്നു. നമുക്കൊന്ന് നോക്കാൻ കൂടി പറ്റില്ല. ശരിക്ക് ഭയപ്പെട്ടു പോവും അവളുടെ മുഖത്തേക്ക് നോക്കിയാൽ. എന്നെയും ഇവളെയും ദേഷ്യത്തോടെയാണ് അവൾ നോക്കിക്കാണുന്നത്. അതുപോലെ തന്നെ അവൾക്ക് ഉറക്കമില്ലാതായി. രാത്രിയായാൽ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങും. ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കാൻ തുടങ്ങും. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ പതിയെ കുറേ ദിവസങ്ങൾക്ക് മുന്നേ അവൾ ഞങ്ങളുടെ അടുത്തു നിന്ന് മാറിക്കിടക്കാൻ തുടങ്ങി. ഗസ്റ്റ് റൂമിലേക്കായി താമസം. എല്ലാ കാര്യങ്ങളും അവൾ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങി. അവളോട് പറയാൻ പറ്റാത്ത രീതിയിലായി കാര്യങ്ങൾ. ഡോക്ടർ ഒന്ന് ആലോചിക്കണം. വെറും 2 ആഴ്ച കൊണ്ട് ഒരു 6 വയസ്സുകാരിക്കുണ്ടായ മാറ്റമാണിത്. അത്രയും പറഞ്ഞപ്പോഴേക്കും ആഷിക്കിൻ്റെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടായിരുന്നു. ഒപ്പം രേഖയുടെയും. അവരെ സമാധാനിപ്പിക്കാൻ എന്ന രീതിയിൽ ഞാൻ പെട്ടെന്ന് ഇടയ്ക്ക് കയറി സംസാരിക്കാൻ തുടങ്ങി. അയ്യോ, ഇതിപ്പോൾ നിങ്ങൾ ഇത്രയും ടെൻഷൻ അടിക്കാനുള്ള ഒരു കാര്യവും ഇവിടെ നടന്നിട്ടില്ല. കേട്ടിടത്തോളം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഇതൊരു നിസ്സാരം മെൻ്റലി ഷോക്ക് മൂലമുണ്ടായ പ്രശ്നമാണെന്ന്. അന്ന് മിസ്സിംഗ് ആയ സമയത്ത് അവൾ കാര്യമായി ഭയന്നിട്ടുണ്ട്. അത് കാരണം അവൾക്കുണ്ടായ മാറ്റമാണ് നമ്മളീ കാണുന്നത്. കൃത്യമായ ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്കിത് മാറ്റിയെടുക്കാനുള്ളതേ ഉള്ളൂ ആഷിഖ്. ഞാൻ അത്രയും പറഞ്ഞ് നിർത്തിയതും ആഷിഖിൻ്റെ മറുപടിയും ഒപ്പമായിരുന്നു. അങ്ങനെയല്ല ഡോക്ടർ കാര്യങ്ങൾ. 2 ദിവസം മുന്നേ രാത്രിയുണ്ടായ ആ സംഭവം. അതുവരെ ഞങ്ങളും ഇതിനെ ഡോക്ടർ പറഞ്ഞ രീതിയിലേ നോക്കി കണ്ടുള്ളൂ. പക്ഷേ അന്ന് രാത്രിയോടെ ഞങ്ങൾ മനസ്സിലാക്കി ഇത് നമ്മൾ കണക്ക് കൂട്ടുന്ന പോലെ ഒരു സംഭവമല്ലെന്ന്. അത്രയും ആഷിഖ് പറഞ്ഞതോടെ അല്പം ആകാംക്ഷയോടെ തന്നെ ഞാൻ അവനോട് ചോദിച്ചു, എന്താ അന്ന് രാത്രി ഉണ്ടായത്? ആഷിഖ് പറഞ്ഞു തുടങ്ങി. അന്ന് രാത്രി പതിവ് പോലെ അവൾ ഗസ്റ്റ് റൂമിലേക്ക് ഉറങ്ങാൻ പോവുകയായിരുന്നു. പക്ഷേ അന്ന് രേഖ അത് സമ്മതിച്ചില്ല. ഇന്ന് ഞങ്ങളുടെ ഒപ്പം കിടന്നാൽ മതിയെന്ന് അവൾ നിർബന്ധം പിടിച്ചു. എന്നാൽ ഇസ അത് മൈൻഡ് കൂടി ചെയ്യാതെ റൂമിലേക്ക് പോയി. ഒടുവിൽ രേഖ ബലം പിടിച്ചു കൊണ്ടുവരാനായി ശ്രമിച്ചു. പക്ഷെ ഫലമുണ്ടായിരുന്നില്ല. അവൾ അതിലേറെ ശക്തിയായി പ്രതിരോധിച്ചു. ഒടുവിൽ അവളെ ഒരുപാട് ദേഷ്യപ്പെടുത്തുന്നത് ശരിയല്ലെന്ന് തോന്നിയതോടെ ഞാൻ രേഖയെയും വിളിച്ച് റൂമിലേക്ക് പോയി. അന്ന് ഒരുപാട് വിഷമിച്ചാണ് ഞങ്ങൾ 2 പേരും ഉറങ്ങാൻ കിടന്നത്. പക്ഷേ അന്ന് പാതിരാത്രിയോടെ രേഖയുടെ നിലവിളി കേട്ടാണ് ഞാൻ ഞെട്ടിയുണർന്നത്. കണ്ണു തുറന്ന് ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. കയ്യിൽ ഒരു വലിയ കത്തിയുമായി ഇസ രേഖയുടെ കഴുത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഡോറിലേക്ക് നോക്കിയപ്പോൾ ലോക്ക് ചെയ്ത ഡോർ തുറന്നു കിടക്കുന്നു. ഞാൻ പെട്ടെന്ന് എങ്ങനെയോ രേഖയെ സൈഡിലേക്ക് പിടിച്ചു വലിച്ചു മാറ്റി. എന്നിട്ടും അവൾ കുറേ നേരം നോക്കി നിന്നു. അതിനുശേഷം തനിയെ അവൾ തന്നെ തിരിച്ചുപോയി. എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല ആ ലോക്ക് ചെയ്ത ഡോറും തുറന്ന് അവൾ എങ്ങനെ അകത്തു വന്നു. അവൾക്ക് എന്താ പറ്റിയത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഉടനെ ആഷിഖിനോട് ചോദിച്ചു, അല്ല, എനിക്കിപ്പോൾ ആ കുട്ടിയെ ഒന്ന് കാണാൻ പറ്റുമോ? ഇസയെ ഇപ്പോൾ കാണാൻ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അവൾ ഉറങ്ങാണ്. നാളെ രാവിലെയോടെ കാണുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്ന് രേഖ പറഞ്ഞു നിർത്തി. ആ ഓക്കെ എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് ഞാനും പറഞ്ഞു. അത്രയും പറഞ്ഞതിന് ശേഷം ഞാൻ ഇരുന്നിടത്ത് നിന്ന് പയ്യെ എഴുന്നേറ്റു. ആഷിഖും എൻ്റെ ഒപ്പം എഴുന്നേറ്റു. കേട്ടിടത്തോളം സംഭവം കുറച്ച് കോംപ്ലിക്കേഷൻ ആയതുകൊണ്ട് എനിക്കവരോട് കൂടുതലൊന്നും നിലവിൽ പറയാൻ പറ്റുന്നൊരവസ്ഥയല്ലായിരുന്നു. അതുകൊണ്ട് പയ്യെ ഞാൻ താമസത്തിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് ചോദിച്ചു. അതിന് മുകളിൽ എനിക്കും ഐസക്കിനും ഓരോ റൂം വീതം അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് ആഷിഖ് പറഞ്ഞു. ഞാനും ഐസക്കും പയ്യെ ബാഗുമായി മുകളിലേക്ക് നടന്നു. സ്റ്റെപ്പ് കയറി ചെല്ലുന്ന ചെറിയ ഹാളിൻ്റെ ഇടതുവശത്തായുള്ള 2 മുറികളായിരുന്നു ഞങ്ങൾക്ക് സജ്ജീകരിച്ചിരുന്നത്. ഞാൻ നേരെ എൻ്റെ റൂമിലേക്ക് കയറി കയ്യിലെ ബാഗ് ബെഡിലേക്കിട്ട് ടേബിളിനോട് ചേർത്തിട്ടിരുന്ന കസേരയിൽ ഇരുന്നു. ഞാൻ അവർ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് അനലൈസ് ചെയ്യുകയായിരുന്നു. പെട്ടെന്നായിരുന്നു ഡോർ തുറന്ന് ഐസക്കിൻ്റെ വരവ്. വന്ന പാടെ അവന് ചോദിക്കാനുണ്ടായിരുന്നത് കേസിനെക്കുറിച്ച് തന്നെയായിരുന്നു. എന്തു തോന്നുന്നു കേസ് കേട്ടിട്ട്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഐസക് എന്നോടായി ചോദിച്ചു നിർത്തി. ഞാൻ അല്പം പതിഞ്ഞ സ്വരത്തിൽ അവനോടായി പറഞ്ഞു, ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല ഐസക്. ആദ്യം അവർ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതെന്തോ മെൻ്റലി ഷോക്ക് മൂലമുണ്ടായ പ്രശ്നമാണെന്നാണ്.
പക്ഷേ അവർ പറഞ്ഞ ആ അവസാനത്തെ പോയിന്റ്, അതാണ് എന്നെ കൺഫ്യൂഷനാക്കി കളഞ്ഞത്. എത്ര ആലോചിച്ചിട്ടും അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഐസക്. അതൊരിക്കലും ഒരു സാധാരണ സംഭവമായിട്ട് നമുക്ക് കൂട്ടാൻ പറ്റില്ലല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ ഇനി എന്താ നമ്മുടെ പ്ലാൻ? വാട്ട് നെക്സ്റ്റ്? അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണ്. എനിക്ക് ആ കുട്ടിയെ ഒന്ന് നേരിട്ട് കാണണം, അവളോടൊന്ന് സംസാരിക്കണം. അല്ലാതെ ഇവിടുന്ന് പ്രത്യേകിച്ചൊന്നും നിലവിൽ നമുക്ക് ചെയ്യാനില്ല ഐസക്. എന്നാൽ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞ് ഐസക് പയ്യെ പുറത്തേക്കിറങ്ങി. ഞാൻ നേരെ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. പിറ്റേ ദിവസം രാവിലെ ഏകദേശം ഒരു 9 മണിയായപ്പോഴേക്കും ഞാൻ നേരെ ഐസക്കിൻ്റെ റൂമിലേക്ക് ചെന്നു. തണുപ്പൊക്കെ കൂടുതലായതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഞാൻ വിളിക്കുമ്പോഴാണ് അവൻ എഴുന്നേൽക്കുന്നത്. ഞാൻ അവനോട് വേഗം അടിയിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് നേരെ അടിയിലെ ഹാളിലേക്ക് ഞാൻ പോയി. അവിടെ അപ്പോഴേക്കും ആഷിക്കും വൈഫും ഞങ്ങൾക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. ഞാൻ നേരെ ആഷിക്കിൻ്റെ അടുത്ത് ചെന്ന് കാര്യം പറഞ്ഞു. എനിക്ക് കുട്ടിയെ ഒന്ന് കാണണം. അവനുടനെ അതിനെന്താ, ഞാൻ വിളിക്കാം എന്നും പറഞ്ഞ് അവൻ നേരെ അവളുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. ഞാൻ ഉടനെ അവനെ തടഞ്ഞു. കുഴപ്പമില്ല, വിളിക്കേണ്ട, ഞാൻ റൂമിലേക്ക് ചെന്നോളാം എന്നും പറഞ്ഞ് ഞാൻ മുന്നിലേക്ക് നടന്നു. ഞാൻ പയ്യെ സ്റ്റെയർകേസിനോട് ചേർന്നുള്ള ആ ചെറിയ റൂം ലക്ഷ്യമാക്കി നടന്നു. ഡോർ ഒന്ന് പുഷ് ചെയ്ത് നോക്കി. അത് ലോക്കല്ലായിരുന്നു. ഞാൻ പയ്യെ അകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയ ഉടനെ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ മനസ്സിലാവുന്നുണ്ടായിരുന്നു. ആ റൂം ആകെ ഡാർക്ക്നെസ് ആയിരുന്നു. ആവശ്യത്തിനുള്ള സൂര്യപ്രകാശമൊന്നും റൂമിലേക്ക് വരുന്നില്ല. ജനലുകളെല്ലാം കർട്ടൻ ഉപയോഗിച്ച് മൂടിയിട്ടിരിക്കുന്നു. ഞാൻ ഡോർ ക്ലോസ് ചെയ്ത് ഒരു സ്റ്റെപ്പ് കൂടെ മുന്നിലേക്ക് വെച്ചു. പ്രകാശം കുറവായതിനാൽ ലൈറ്റ് ഇടുവാനായി ഞാൻ സ്വിച്ചെല്ലാം ഓൺ ചെയ്ത് നോക്കി. പക്ഷേ ലൈറ്റൊന്നും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. ഹോൾഡറുകളിലൊന്നും ലൈറ്റൊന്നുമില്ല. 2 ഹോൾഡറുകളുടെ താഴെയും ബൾബ് വീണ് ചിതറിക്കിടക്കുന്നു. ആ ഒരു അറ്റ്മോസ്ഫിയർ തന്നെ എന്നെ ചെറുതായി ഭയപ്പെടുത്തുവാൻ തുടങ്ങി. എങ്കിലും ഞാൻ പിന്നെയും പയ്യെ മുന്നിലേക്ക് നടന്നു. പയ്യെ പയ്യെ റൂമിലെ ഒരു ദുർഗന്ധം കൂടി വരുന്നതും എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. അടുത്ത നിമിഷം ഞാൻ അവളെ കണ്ടു. റൂമിൻ്റെ ഒരു മൂലയിൽ ഒറ്റയ്ക്കൊരു കസേരയിലിരിക്കുന്നു. പ്രകാശം ഓപ്പോസിറ്റ് അടിക്കുന്നത് കൊണ്ട് ഒരു നിഴൽ പോലെയാണ് കാണുന്നത്. ഞാൻ നേരെ അവളെ ലക്ഷ്യമാക്കി മുന്നിലേക്ക് നടന്നു. അടുത്തു ചെല്ലുന്തോറും അവളുടെ മുഖം എനിക്ക് വ്യക്തമാവുന്നുണ്ടായിരുന്നു. തൊട്ടടുത്ത നിമിഷം അത്രയും നേരം നിലത്തേക്ക് നോക്കിക്കൊണ്ട് ഇരുന്ന അവൾ എൻ്റെ മുഖത്തേക്കൊരു നോട്ടം നോക്കി. അതിഭീകരമായൊരു നോട്ടം. ഇന്നലെയൊക്കെ ഇവളുടെ മുഖഭാവത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കേട്ടെങ്കിലും അതിൽ ഇത്രയും വലിയൊരു ഭീകരതയുണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആ നോട്ടത്തിൽ ചെറുതായൊന്ന് ഞാൻ ഞെട്ടിയെങ്കിലും എനിക്കെൻ്റെ ജോലി തുടർന്നേ മതിയാവുള്ളായിരുന്നു. ഞാൻ ഒന്ന് ശ്വാസമെടുത്ത ശേഷം അവളുടെ മുന്നിലിട്ടിരുന്ന ഒരു കസേരയുടെ അടുത്തേക്ക് നടന്നു. നേരെ അതിലേക്കിരുന്നു. അവൾ അപ്പോഴും അതിഭീകരമായി തന്നെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പതുക്കെ അവളോട് വളരെ സൗമ്യമായി സംസാരിക്കാൻ തുടങ്ങി. പക്ഷേ അപ്പോഴും അവൾക്ക് യാതൊരുവിധ ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. ഞാൻ പല രീതിയിൽ അവളോട് സംസാരിച്ചു നോക്കി. പല കാര്യങ്ങളും അവളോട് ചോദിച്ചു നോക്കി. പക്ഷേ അവൾ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. യഥാർത്ഥത്തിൽ അവളുടെ മൈക്രോ എക്സ്പ്രഷനിൽ നിന്നും അവളെ ഒന്ന് വായിച്ചെടുക്കാനുള്ള ശ്രമമായിരുന്നു ഞാൻ നടത്തിയത്. എന്നാൽ നിരാശയായിരുന്നു ഫലം. ഞാൻ കൂടുതൽ ചോദിക്കുന്തോറും അവളുടെ ദേഷ്യം കൂടി വരുന്നതും അവൾ കസേരയെ വളരെ ശക്തിയോടെ മുറുകി പിടിക്കുന്നതും ഞാൻ മനസ്സിലാക്കി. എൻ്റെ സാമീപ്യം അവൾക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ല എന്നെനിക്ക് വ്യക്തമായി. കൂടുതൽ അവളെ ദേഷ്യം പിടിപ്പിക്കുന്നത് നല്ലതല്ല എന്ന് മനസ്സിലാക്കിയ ഞാൻ പയ്യെ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കുവാൻ തുടങ്ങി. പുറത്തെത്തിയ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയെന്ന് തന്നെ വേണം പറയാൻ. കാര്യം മെഡിക്കൽ കരിയർ തുടങ്ങിയിട്ട് വർഷം കുറയായെങ്കിലും ആദ്യമായിട്ടായിരുന്നു ഇതുപോലെ ഒരു അനുഭവം. മൈക്രോ എക്സ്പ്രഷനിൽ ഒരു വേരിയേഷൻ പോലും ഇല്ലാതെ ഓരോ ചോദ്യത്തിനും മുന്നേ ഇതുപോലെ നിൽക്കുക എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന ഒന്നല്ല. അവിടെയാണ് ഇസ എന്നെ ഞെട്ടിച്ചു കളഞ്ഞത്. ഞാൻ പുറത്തെത്തിയപ്പോൾ ഐസക് അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ വേഗം തന്നെ ഭക്ഷണം കഴിച്ചിട്ട് മുകളിലെ എൻ്റെ റൂമിലേക്ക് പോയി.
റൂം എത്തിയ ഉടൻ ഞാൻ എൻ്റെ പോക്കറ്റിൽ നിന്നും പെൻ ക്യാമറ എടുത്ത് ലാപ്ടോപ്പിൽ കണക്ട് ചെയ്തു. എനിക്ക് ഒന്നുകൂടി അവളുടെ എക്സ്പ്രഷൻ പഠിക്കണം. അവൾ എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ? അവൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെ പലതും അതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു. ഞാൻ ഒരുപാട് നേരം ആ വീഡിയോയുടെ മുന്നിൽ തന്നെ ആയിരുന്നു, എന്തെങ്കിലും അതിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ. ആ സമയത്ത് തന്നെയാണ് റൂമിലേക്ക് ഐസക്കിൻ്റെ വരവും. എൻ്റെ അല്പം ടെൻഷൻ നിറഞ്ഞ മുഖം കണ്ട് അവൻ ചോദിച്ചു, എന്തു പറ്റി? അവളോട് സംസാരിച്ചോ? എന്തെങ്കിലും കിട്ടിയോ? ഒരു നിമിഷത്തെ സൈലൻറ്റിന് ശേഷം ഞാൻ തുടർന്നു, ഐസക്, എനിക്ക് തോന്നുന്നത് ഇത് കൂടുതൽ അറിയും തോറും കൂടുതൽ കോംപ്ലിക്കേഷനായി വരുന്നൊരു വിഷയമാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല അവളിൽ എന്താ സംഭവിക്കുന്നതെന്ന്. അവളിൽ നിന്നും ഒരു സൂചന പോലും ലഭിക്കുന്നില്ല. ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഐസക്, അതൊരു 6 വയസ്സുകാരി ഇസയല്ല. അത് കേട്ടതോടെ ഐസക് ചെറുതായി ഒന്ന് ഞെട്ടി. ആ ഞെട്ടലോടെ തന്നെ അവൻ തുടർന്നു, പിന്നെ എന്താണ് നീ പറഞ്ഞു വരുന്നത്? അതെ ഐസക്, നീ അവളുടെ റൂം ഒന്ന് കാണണം. ഒരു ലൈറ്റ് പോലും പുറത്തുനിന്ന് വരുന്നില്ല, എല്ലാം അടച്ചു വച്ചിരിക്കുകയാണ്. റൂമിലുള്ള ബൾബുകളെല്ലാം പൊട്ടിച്ചിരിക്കുകയാണ്. അതായത് അവൾക്ക് ഡാർക്ക്നെസ് ആണ് വേണ്ടത്. പിന്നെ അവളുടെ ബെഡ് നിറയെ അവളുടെ ഡ്രസ്സെല്ലാം വാരി വലിച്ചിട്ടിരിക്കുകയാണ്. അതെല്ലാം വാഷ് ചെയ്യാതെയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെയെല്ലാം സ്മെൽ കാരണം അവിടെ നിൽക്കാൻ കൂടി പറ്റില്ല. കൂടാതെ ഒന്നുകൂടിയുണ്ട്, അവളിടുന്ന വസ്ത്രങ്ങളുടെ എല്ലാം മെയിൻ നിറം ബ്ലാക്ക് ആണ്. ഞാൻ പറഞ്ഞു വരുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ ഐസക്? അതായത് അവൾ നെഗറ്റീവ്നെസ്സിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്താണ് അതിൻ്റെ കാരണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത്രയും കൂടി കേട്ടപ്പോൾ ഐസക് പിന്നെയും ഒന്ന് ഞെട്ടി. അവൻ പിന്നെയും കുറേ നേരം റൂമിൽ ഇരിക്കുകയും അതിനുശേഷം അവൻ്റെ റൂമിലേക്ക് പോവുകയും ചെയ്തു. ഞാൻ പിന്നെയും എത്ര നേരം അങ്ങനെ ഇരുന്നുവെന്ന് എനിക്കറിയാൻ പാടില്ല. സമയം രാത്രി ആയതും ഉറങ്ങിപ്പോയതും ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പെട്ടെന്നായിരുന്നു രാത്രി എപ്പോഴോ ആരോ വാതിലിൽ മുട്ടുകേട്ട് ഞാൻ എഴുന്നേൽക്കുന്നത്. വിളിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഐസക്കായിരുന്നു. ഞാൻ വാച്ചെടുത്ത് ടൈം നോക്കി. രാത്രി 12:30 കഴിഞ്ഞിരിക്കുന്ന സമയം. ഇവനെന്താ ഈ നേരത്തെ എന്ന് ഓർത്തു ഞാൻ എഴുന്നേറ്റ് ചെന്ന് വാതിൽ തുറന്നു. അവൻ്റെ കോലം കണ്ട് ചെറുതായൊന്ന് ഞാൻ ഞെട്ടി. ആകെ വിയർത്ത് വളരെ ടെൻഷൻ അടിച്ചായിരുന്നു അവൻ വന്നു നിന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ അവനോട് ചോദിച്ചു, എന്താ ഐസക്, എന്തു പറ്റി നിനക്ക്? ഒരു ചെറിയ പ്രശ്നമുണ്ട്, എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. അതിനെന്താ, നീ അകത്തേക്ക് വാ. ഏയ്, ഇവിടെ ശരിയാവില്ല, നമുക്കൊന്ന് മുകളിൽ ഇരിക്കാം, ടെറസിലേക്ക്. എന്നാൽ അങ്ങനെ ആവട്ടെ എന്നും പറഞ്ഞ് മുകളിലേക്കുള്ള സ്റ്റെപ്പ് ലക്ഷ്യമാക്കി ഞാൻ മുന്നേ നടന്നു. മുകളിലേക്കുള്ള ഡോർ തുറന്ന് ഞാൻ ടെറസിലേക്ക് കയറി. തൊട്ടുപുറകിൽ വന്ന ഐസക്കിനോട് ഞാൻ തുടർന്നു, അപ്പോൾ പറയൂ ഐസക്, എന്താ നിന്റെ വിഷയം? മറുപടി ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായ ആ ഒരു നിമിഷത്തിൻ്റെ ഭീകരാവസ്ഥ. ഞാനൊന്ന് ഡീപ്പ് ബ്രീത്ത് എടുത്ത ശേഷം പയ്യെ തിരിഞ്ഞു നോക്കി. ഇല്ല, ഐസക് എന്നല്ല ആരെയും കാണാനില്ല. മുഴുവൻ ഇരുട്ട് മാത്രം. ഡോർ അടഞ്ഞു കിടക്കുന്നു. എന്താണ് ഈ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ മനസ്സിൽ ഭയം ക്രമാതീതമായി കൂടുന്നതും ഞാൻ മനസ്സിലാക്കി. എനിക്ക് കാര്യം മനസ്സിലായി. നല്ലൊരു ട്രാപ്പാണ് അവൾ എനിക്ക് തന്നത്. എനിക്കാണെങ്കിൽ ഭയം നല്ല രീതിയിൽ തന്നെ കൂടി വരുന്നുണ്ട്. ചുറ്റും ഇരുട്ട് മാത്രം, ഒന്നും കാണാൻ കൂടി സാധിക്കാത്ത അവസ്ഥ. എന്തു ചെയ്യണമെന്ന് ഒന്നും അറിയില്ല. പെട്ടെന്നാണ് ഞാൻ പാൻറ്റിൻ്റെ പോക്കറ്റൊന്ന് തപ്പി നോക്കിയത്. ഭാഗ്യം ഫോൺ കയ്യിലുണ്ട്. ഞാൻ വേഗം ഫോൺ എടുത്ത് ഫ്ലാഷ് ഓൺ ചെയ്ത് ചുറ്റും നോക്കി. ആരുമില്ല എന്ന് എനിക്ക് വ്യക്തമായി. ഞാൻ വേഗം ഡോറിൻ്റെ അടുത്ത് ചെന്നൊന്ന് തള്ളി നോക്കി. ഒരു രക്ഷയുമില്ല, അത് അകത്തുനിന്നും പൂട്ടിയിരിക്കുന്നു. ഞാനുടനെ ഫോണിലെ കോൾ ലോഗ് എടുത്ത് ഐസക്കിനെ കോൾ ചെയ്തു. അവൻ നല്ല ഉറക്കമായിരുന്നുവെന്ന് തോന്നുന്നു. ഏറെ നേരത്തെ റിങ്ങിന് ശേഷം അവൻ കോൾ എടുത്ത ഉടനെ ഞാൻ അവനോട് വേഗം ടെറസിലേക്ക് വരാൻ പറഞ്ഞു. കോൾ കട്ട് ചെയ്തു. തൊട്ടടുത്ത നിമിഷം തന്നെ അവൻ ഓടി കിതച്ച് വന്ന് ഡോർ തുറന്നു തന്നു. ശേഷം അവൻ എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായി. എന്താ പറ്റിയത്? എങ്ങനെയാ മുകളിൽ കുടുങ്ങിയത്? അങ്ങനെ എന്തൊക്കെയോ അവൻ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഒന്നിനും ഉത്തരം പറയാതെ റൂമിലേക്ക് നടന്നു.
റൂമിൽ കയറുന്നതിന് തൊട്ടു മുന്നേ ഞാനൊന്ന് തിരിഞ്ഞ് ഐസക്കിനോടായി പറഞ്ഞു, ഐസക്, നമ്മളൊരു ട്രാപ്പിലാണ് വന്നു പെട്ടിരിക്കുന്നത്. ഓരോ നിമിഷം ചെല്ലുന്തോറും നമ്മളുടെ ജീവനടക്കം അപകടത്തിലാവുന്ന ഒരു ട്രാപ്പ്. അത്രയും പറഞ്ഞ് ഞാൻ നേരെ റൂമിലേക്ക് പോയി കിടന്നു. കേസിൻ്റെ കാര്യമെല്ലാം ആലോചിച്ച് എപ്പോഴോ കിടന്ന് ഉറങ്ങിപ്പോയി. അടുത്ത ദിവസം ഞാൻ രാവിലെ എഴുന്നേറ്റ് റെഡിയായി പുറത്തേക്ക്. ഐസക്കും റെഡിയായി പുറത്തിറങ്ങിയിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് അടിയിലേക്ക് ഇറങ്ങി. കുറച്ചു നേരം ആഷിക്കിനോടും വൈഫിനോടും വളരെ കാഷ്വലായി സംസാരിച്ചിരുന്നു. ശേഷം ഭക്ഷണം കഴിച്ച ശേഷം ഏകദേശം 10 മണിയായപ്പോൾ ഞാനും ഐസക്കും കൂടി കാറെടുത്ത് പുറത്തേക്കിറങ്ങി. ഏകദേശം ഒരു 5 മിനിറ്റ് ഡ്രൈവിന് ശേഷം ഐസക് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. ശരിക്കും ഇന്നലെ എന്തായിരുന്നു ടെറസിൽ സംഭവിച്ചത്? നീ എങ്ങനെയാ അവിടെ ട്രാപ്പായി പോയത്? ഒരു ചെറിയ ചിരിയോടെയായിരുന്നു ആ ചോദ്യത്തിന് ഞാൻ ഐസക്കിന് ഉത്തരം നൽകിയത്. ഐസക്കെ, അത് ശരിക്കും ഒരു താക്കീതായിരുന്നു. താക്കീതോ? എന്ത് താക്കീത്? അതിപ്പോ എന്താ പറയാ, നമ്മളൊക്കെ പറയില്ലേ വേണ്ടാത്ത കാര്യങ്ങളിലൊന്നും ഇടപെടരുതെന്ന്. അതുപോലെ തന്നെ അവൾ എന്നോട് പറയാതെ പറഞ്ഞതാണ് ഇന്നലെയാ കണ്ടത്. അത്രയും പറഞ്ഞ് ഞാൻ ഡ്രൈവ് തുടർന്നുകൊണ്ടേയിരുന്നു. ഐസക് പിന്നെയും തുടർന്നു, അല്ല, നമ്മളിതിപ്പോൾ എങ്ങോട്ടാ പോകുന്നേ? ലോക്കൽ പോലീസ് സ്റ്റേഷൻ. നമുക്കവിടുത്തെ SI സാറിനെ ഒന്ന് കാണണം. അതിപ്പോൾ എന്തിനാ? സംശയരൂപേണ ഐസക് പിന്നെയും ചോദിച്ചു. ഞാൻ പിന്നെയും തുടർന്നു, ഐസക്കെ, ഇവിടെ നമുക്ക് ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് ആ 18 മണിക്കൂറിൻ്റെ കുരുക്ക് അയച്ചെടുക്കണം. അവൾ മിസ്സായ ആ 18 മണിക്കൂർ. ആ സമയത്തിനുള്ളിൽ അവൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് കണ്ടെത്തണം. അതിന് ഒരുപക്ഷെ അന്ന് ഈ കേസ് കൈകാര്യം ചെയ്ത SIക്ക് നമ്മളെ സഹായിക്കാൻ പറ്റുമായിരിക്കും. അത്രയും കേട്ടപ്പോഴേക്കും ഐസക്കിന് കാര്യങ്ങളൊക്കെ മനസ്സിലായിരുന്നു. അങ്ങനെ കുറച്ചു നേരത്തെ ഡ്രൈവിന് ശേഷം ഞങ്ങൾ അവിടുത്തെ ലോക്കൽ പോലീസ് സ്റ്റേഷനിലെത്തി. ഏകദേശം ഒരു 1.5 മണിക്കൂറോളം കാത്തിരിക്കേണ്ടി വന്നു പുറത്തെങ്ങു പോയ അദ്ദേഹം തിരിച്ചെത്തിയ ഉടനെ SI ഞങ്ങളെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. ക്യാബിനിലേക്ക് കയറിയ ഉടനെ ആദ്യം തന്നെ ഞാൻ അയാളുമായി ഒന്ന് പേഴ്സണലായി പരിചയപ്പെടുവാനാണ് ശ്രമിച്ചത്. കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ടതുകൊണ്ട് അങ്ങനെ ഒരു പരിചയപ്പെടൽ അത്യാവശ്യമായിരുന്നു. ഞാൻ എൻ്റെ പഴയൊരു ID കാർഡും കാണിച്ച് സ്വയം പരിചയപ്പെടുത്തി. കുറച്ചു നേരം കൊണ്ട് തന്നെ ഞാൻ SI സുധീറുമായി കാര്യമായി തന്നെ അടുത്തു. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയുടെ ലക്ഷ്യവും അതിൻ്റെ കൂടുതൽ കോംപ്ലിക്കേഷനും അറിഞ്ഞതോടെ സുധീറിനും കേസിൻ്റെ സീരിയസ്നെസ് മനസ്സിലായിരുന്നു. ശേഷം ഞാൻ വളച്ചുകെട്ടാതെ സുധീറിനോട് കാര്യത്തിലേക്ക് കടന്നു. സുധീർ സാറേ, എനിക്ക് ആ കേസിൻ്റെ ഡീറ്റെയിൽസ് വേണം. ആ കുട്ടി അന്ന് മിസ്സായതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഒരു നിമിഷത്തെ സൈലൻസിന് ശേഷം സുധീർ തുടർന്നു, ഡോക്ടറെ, അത് കിട്ടിയതുകൊണ്ട് കാര്യമുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്താ അങ്ങനെ? സംശയരൂപേണ ഞാൻ ചോദിച്ചു. ഡോക്ടറെ, ആ ഫയലിൽ കാര്യമായിട്ടൊന്നുമില്ല. കേസ് തൽക്കാലം നിർത്താൻ വേണ്ടി സ്വാഭാവികമായുള്ള കാര്യങ്ങൾ ചേർത്തുള്ളൊരു റിപ്പോർട്ടാണത്. ആ റിപ്പോർട്ടിൽ ഇങ്ങനെയേ പറയുന്നുള്ളൂ, കുട്ടിക്ക് മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിരുന്നതായും തന്മൂലം കുട്ടി തനിയെ വീടിന് വെളിയിലേക്ക് പോകുകയും അബോധാവസ്ഥയിൽ കാട്ടിലേക്ക് പോവുകയും തുടർന്ന് അന്നത്തെ രാത്രിയുടെ ഭയത്തിൽ കുട്ടിക്ക് കാര്യമായ മാനസിക തകർച്ച വരികയും ചെയ്തു എന്നുമാണ്. അത് പറഞ്ഞു കഴിഞ്ഞതും പെട്ടെന്നായിരുന്നു എൻ്റെ ചോദ്യം, അല്ല, യഥാർത്ഥത്തിൽ അന്ന് എന്താ സംഭവിച്ചതെന്ന് കേസന്വേഷണ ഉദ്യോഗസ്ഥരെന്ന നിലയിൽ നിങ്ങൾക്കും അറിയില്ലേ? സുധീർ ഒന്നുകൂടി വിശദീകരിക്കാൻ തുടങ്ങി. എന്താണ് അന്ന് ഉണ്ടായത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ ആ കുട്ടിയെ അന്ന് 2 ദിവസം ചികിത്സിച്ച സൈക്കോളജി സ്പെഷ്യലിസ്റ്റ് ദീപക് എന്ന് പറയുന്ന ഒരു ഡോക്ടറായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിഗമനമായിരുന്നു ഞങ്ങളെ കുഴപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു, ആ കുട്ടിക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഒന്നും തന്നെ കാണുന്നില്ല, അതിനപ്പുറം എന്തോ ആണ് ആ കുട്ടിയുടെ പ്രശ്നം എന്നൊക്കെയാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ ആ പറഞ്ഞതൊന്നും കേസ് ഫയലിൽ എഴുതി വയ്ക്കാൻ പറ്റാത്തത് ആയതുകൊണ്ടാണ് മുന്നേ പറഞ്ഞ രീതിയിൽ കേസ് എഴുതി തീർത്തത്. അത്രയും കേട്ട ശേഷം ഞാൻ പിന്നെ ഒന്നുകൂടി സുധീറിനോടായി ചോദിച്ചു, അന്ന് ആ ഡോക്ടർ പറഞ്ഞ മെയിൻ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓർക്കുന്നുണ്ടോ താൻ? അന്ന് അദ്ദേഹം മെയിനായിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ
ആ കുട്ടിയെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നായിരുന്നു. അവളെ റീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതായിരുന്നു അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ വിഷയം. സുധീർ പറഞ്ഞ അത്രയും വിഷയം ഞാൻ നേരിട്ട് നോട്ട് ചെയ്തു. എന്തായാലും അന്ന് യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് സുധീറിനും കൃത്യമായി അറിയില്ലെന്ന് എനിക്ക് വ്യക്തമായി. കൂടുതലൊന്നും ഇനി ഇവിടെ നിന്ന് കിട്ടില്ല എന്ന് എനിക്ക് ഏതാണ്ട് ഉറപ്പായതോടെ ഞാൻ നേരെ തിരിക്കാൻ തുടങ്ങി. ചെയറിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം സുധീറിനൊരു താങ്ക്സും ഷെയ്ക്കാനും നൽകിയ ശേഷം കേസിൽ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടാവുകയാണെങ്കിൽ എന്നെ വിളിച്ച് അറിയിക്കണം എന്നും പറഞ്ഞ് ഞാൻ ഫോൺ നമ്പർ നൽകി അവിടെ നിന്നും ഇറങ്ങി. തിരിച്ചുള്ള ഡ്രൈവ് ചെയ്തത് ഐസക് ആയിരുന്നു. ഏറെ നേരത്തെ എൻ്റെ സൈലൻസ് കണ്ടിട്ടാവണം അവൻ ചോദിച്ചു, എന്താ, എന്തു പറ്റി? മുഖമൊക്കെ ആകെ വല്ലാതിരിക്കുന്നുവല്ലോ. വളരെ പതിഞ്ഞ സ്വരത്തിലായിരുന്നു അതിനുള്ള മറുപടി ഞാൻ ഐസക്കിന് കൊടുത്തത്. എനിക്കൊരു പേടി ഐസക്, ഈ കേസ് നമ്മൾ തോറ്റുപോകുമോ എന്നൊരു പേടി. പെട്ടെന്നായിരുന്നു ഐസക്കിൻ്റെ മറുപടി, അതും അല്പം ഷൗട്ട് ചെയ്തുകൊണ്ട്. നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയാൻ എന്താ ഇവിടെ ഉണ്ടായേ? നമ്മൾ വെറുതെ ഇരിക്കുന്നു അല്ലല്ലോ, ഓരോ നിമിഷവും ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ അത് മാത്രമല്ല, നമ്മൾ ഇവിടെ വന്നിട്ടും ഈ കേസ് ഏറ്റെടുത്തിട്ടും ആകെ 2 ദിവസമല്ലേ ആയുള്ളൂ. ഇപ്പോൾ തന്നെ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയാൽ എങ്ങനെയാ ശരിയാവുന്നേ? പെട്ടെന്നായിരുന്നു അതിലുള്ള എൻ്റെ മറുപടി. അവിടെയാണ് ഐസക്ക് നിനക്ക് തെറ്റിയത്. നമ്മൾ വന്നിട്ടാകെ 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന ചിന്ത. അവിടെയാണ് നിനക്ക് തെറ്റിയത്. എടാ, ഇത് നമ്മൾ മുന്നേ കൈകാര്യം ചെയ്തിരിക്കുന്ന പോലെ ഒരു കേസല്ല. ഇവിടെ നമുക്കൊന്നിനും ടൈമില്ല. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്ന രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ. ഈ 2 ദിവസമായിട്ട് എനിക്ക് ഒരു തരി സൂചന പോലും ലഭിച്ചിട്ടില്ല ആ വീട്ടിൽ നടക്കുന്നത് എന്താണെന്നുള്ളത്. നീ SI സുധീർ അവസാനം പറഞ്ഞ കാര്യം ശ്രദ്ധിച്ചോ? അവളെ ആദ്യം ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞ ആ കാര്യം. അവളെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവളെ ഒരു രീതിയിലും റീഡ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന്. യഥാർത്ഥത്തിൽ ഈ 2 ദിവസമായിട്ട് ഞാൻ അഭിമുഖീകരിക്കുന്നതും ഈ വിഷയം തന്നെയാണ്. ഒരുപക്ഷെ നിനക്കതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടുണ്ടാവില്ല ഐസക്. അതായത് ഐസക്കെ, മൈക്രോ എക്സ്പ്രഷനും ബോഡി ലാംഗ്വേജും ഉപയോഗിച്ച് നമുക്ക് ഏത് മാനസികാവസ്ഥയിലുള്ള ആളെയും നല്ലൊരു ശതമാനം റീഡ് ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇവിടെ അതൊരു ശതമാനം പോലും നടക്കുന്നില്ല. നീ എന്താ പറഞ്ഞു വരുന്നത്? പെട്ടെന്നായിരുന്നു ഐസക്കിൻ്റെ ചോദ്യം. ഞാൻ അല്പം ബോൾഡായി തുടർന്നു. അതായത് ഏതൊരു സാധാരണ മനുഷ്യനിലും നടക്കുന്ന കാര്യം ഇവിടെ ഇവളുടെ കാര്യത്തിൽ നടക്കുന്നില്ലേ, അതിന് ഒറ്റ അർത്ഥമേയുള്ളൂ ഐസക്. ഒന്നില്ലേൽ അവളൊരു സാധാരണ മനുഷ്യനല്ലായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ അവളൊരു മനുഷ്യനേ അല്ലായിരിക്കാം. അത്രയും കേട്ടപ്പോൾ ഐസക് ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. അതോടെ കാര്യങ്ങളുടെ കിടപ്പുവശം ഏകദേശം അവന് മനസ്സിലായി. അങ്ങനെ അല്പസമയത്തെ ഡ്രൈവിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്കെത്തി. കാറിൽ നിന്നും വേഗം ഇറങ്ങി വീട്ടിലേക്ക് നടന്ന എൻ്റെ അടുത്തേക്ക് ഓടിയെത്തിയ ഐസക് ചോദിച്ചു, എന്താ ഇത്ര ധൃതി? നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഏയ് ഒന്നുമില്ല, എനിക്ക് ആഷിഖിനെ ഒന്ന് കാണണം, 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്നും പറഞ്ഞ് ഞാൻ നേരെ അകത്തേക്ക് നടന്നു. പിറകെ ഐസക്കും. ശേഷം ഞാൻ നേരെ ഹാളിലേക്ക് കയറി ചെന്നു. അവിടെ ആരെയും കാണാത്തതുകൊണ്ട് ഞാൻ നേരെ മുകളിലേക്ക് കയറി. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആഷിഖ് അപ്സ്റ്റെയറിലെ ബാൽക്കണിയിൽ ഉണ്ടായിരുന്നു. എന്നെ കണ്ടപാടെ ആഷിഖ് കയ്യിൽ നിന്ന് സിഗരറ്റൊക്കെ കളഞ്ഞ് പെട്ടെന്ന് തന്നെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ഞാൻ ഇല്ല, കുഴപ്പമില്ല, ഇരുന്നോ എന്നും പറഞ്ഞ് അവൻ്റെ ഓപ്പോസിറ്റ് ഇട്ടിരുന്ന കസേരയിലേക്ക് ഇരുന്നു. ഞാൻ നേരെ തന്നെ കാര്യത്തിലേക്ക് കടന്നു. ആഷിഖെ, എനിക്ക് നിന്നോട് 1-2 കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അതിനെന്താ, ചോദിച്ചോളൂ ഡോക്ടറെ, സൗമ്യമായി ആഷിഖ് പറഞ്ഞു നിർത്തി. ഞാൻ തുടർന്നു. ആഷിഖെ, ഇസയെ മിസ്സാവുന്നതിന് ദിവസങ്ങൾക്ക് മുന്നേ ഇതുപോലുള്ള എന്തെങ്കിലും സൂചനകൾ ഉണ്ടായിരുന്നോ? ഏതെങ്കിലും ദിവസം അവൾക്ക് വയ്യായ്മയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവൾക്ക് ഓർമ്മക്കുറവോ മറ്റോ കാണിച്ചിരുന്നോ? ഒരു നിമിഷം ആലോചിച്ച ശേഷം ആഷിഖ് തുടർന്നു. ഇല്ല ഡോക്ടർ, അങ്ങനെയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല, ഞാൻ ഉറപ്പിച്ചു പറയുന്നു. ശരിയെന്ന അർത്ഥത്തിൽ തലയാട്ടിയ ശേഷം ഞാൻ പിന്നെയും തുടർന്നു. ആഷിഖെ, ഞാൻ ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. എന്തായാലും ഇവിടെ ആ കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരുവാൻ കാരണം നിങ്ങൾ 3 പേരിൽ ആരെയെങ്കിലും കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കുകയുള്ളൂ.
രേഖയ്ക്കോ തനിക്കോ എന്തെങ്കിലും ശത്രുക്കളുള്ള പോലെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഏതെങ്കിലും ശത്രു ഉണ്ടാവാനുള്ള കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പെട്ടെന്നായിരുന്നു ആഷിക്കിൻ്റെ ഉത്തരം. ഏയ് ഇല്ല ഡോക്ടർ, ഈ പറയുന്ന ഒരു വിഷയവും ഞങ്ങളുടെ ലൈഫിലുണ്ടായിട്ടില്ല, എനിക്കുറപ്പാണ്. ശരി. അവസാനമായി ഒന്നുകൂടി ചോദിക്കുകയാണെന്ന് പറഞ്ഞ് ഞാൻ തുടർന്നു. കാര്യം ഇസ ഒരു ചെറിയ കുട്ടിയൊക്കെ തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അവൾക്ക് ശത്രുക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അവളെ ഉപദ്രവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടായിക്കൂടാതിരിക്കില്ലല്ലോ. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ എന്തെങ്കിലും സാധ്യത തോന്നിയിട്ടുണ്ടോ എന്നാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഏതെങ്കിലും ദിവസം സ്കൂളിൽ വെച്ച് എന്തെങ്കിലും അപകടം പറ്റുകയോ അല്ലെങ്കിൽ റോഡിൽ വെച്ച് വളരെ ചെറിയ രീതിയിലാണെങ്കിൽ പോലും എന്തെങ്കിലും അപകടമോ ഒരുപക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാതെ വിട്ട വളരെ ചെറിയ സംഭവം വരെ ആയിരിക്കാം. ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ആഷിഖ്? വളരെ ആകാംക്ഷയോടെ ഞാൻ ചോദിച്ചു നിർത്തി. പക്ഷേ എന്നെ അങ്ങേയറ്റം നിരാശനാക്കിക്കൊണ്ടായിരുന്നു ആഷിഖിൻ്റെ മറുപടി. ഇല്ല ഡോക്ടർ, ഒരു പ്രാവശ്യം പോലും അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതും കൂടി കേട്ടപ്പോൾ ഞാൻ ആകെ ടയേർഡായിപ്പോയി അവസ്ഥയിലായിരുന്നു. ഒരുപാട് പ്രതീക്ഷയോടെയായിരുന്നു ഞാൻ ആഷിഖിനെ സമീപിച്ചത്. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെ ഒന്നും കിട്ടിയില്ലായിരുന്നു. ഒരു നിമിഷത്തെ സൈലന്റിന് ശേഷം ഞാൻ ആഷിഖിനോട് പറഞ്ഞു, ഒന്ന് രേഖയെ കൂടി വിളിപ്പിക്കുമോ? എനിക്ക് അവരോട് കൂടി ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. ആ, ഞാൻ ഇപ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞു പോയി ആഷിഖ് ഉടനെ അടിയിലേക്ക് പോയി. ഉടൻ തന്നെ ആഷിഖ് രേഖയുമായി വന്നു. അവർ രണ്ടുപേരും എൻ്റെ മുന്നിലെ ചെയറിലേക്ക് ഇരുന്നു. ശേഷം ഞാൻ രേഖയുമായി സംസാരിച്ചു തുടങ്ങി. ആഷിഖിനോട് ചോദിച്ച അതേ ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഞാൻ രേഖയോടും ചോദിച്ചത്. പക്ഷേ അവിടെയും എനിക്ക് നിരാശയായിരുന്നു ഫലം. ആഷിഖ് പറഞ്ഞതിലപ്പുറത്തേക്ക് ഒന്നും തന്നെ രേഖയിൽ നിന്നും എനിക്ക് കിട്ടിയില്ല. അത്രയും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ ഏകദേശം 1-2 മിനിറ്റോളം ഞാൻ അങ്ങനെ തന്നെ കണ്ണടച്ചവിടെ ഇരുന്നു. പെട്ടെന്നായിരുന്നു ആ സമയത്ത് എനിക്ക് മറ്റൊരു സാധ്യത മനസ്സിലേക്ക് വന്നത്. ഞാൻ അന്നത്തെ ദിവസം ഇസയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് ആ റൂമിൽ വെച്ചായിരുന്നു. അത്രയും നെഗറ്റീവിനാൽ നിറഞ്ഞ ആ റൂമിൽ. ഒരുപക്ഷെ ആ ഒരു അന്തരീക്ഷമൊക്കെ നിന്നതുകൊണ്ടാവാം അന്ന് എനിക്ക് അവളെ ഒട്ടും റീഡ് ചെയ്യാൻ പറ്റാതെ വന്നത്. നേരെ മറിച്ച് ഇതുപോലെ ഇത്രയും പോസിറ്റീവായൊരു അന്തരീക്ഷമാണെങ്കിൽ ഒരുപക്ഷെ അവളെ ചെറിയ രീതിയിലാണെങ്കിൽ പോലും റീഡ് ചെയ്യാൻ സാധിച്ചേക്കാമെന്ന് എനിക്ക് തോന്നി. ഞാൻ പെട്ടെന്ന് തന്നെ തലയുയർത്തി അവർ രണ്ടുപേരോടും ചോദിച്ചു, എനിക്ക് ഇസയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. നിങ്ങൾക്ക് അവളെ ഇപ്പോൾ ഇവിടെ കൊണ്ടുവരാൻ പറ്റുമോ? പെട്ടെന്നായിരുന്നു ആഷിഖിൻ്റെ മറുപടി. അത് ബുദ്ധിമുട്ടായിരിക്കുള്ളൂ, അവൾ വരാൻ വഴിയില്ല. നമുക്ക് വേണമെങ്കിൽ റൂമിലോട്ട് ചെല്ലാം, അതായിരിക്കും ബെറ്റർ. ആഷിഖ് പറഞ്ഞു നിർത്തി. അത് ശരിയാവില്ല, എനിക്ക് അവളെ ഇവിടെ കിട്ടണം, അതിൽ കാര്യമുണ്ട്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്ക്, നടന്നില്ലേ വേണ്ട, വിട്ടേക്ക്, ഞാൻ രണ്ടുപേരോടായി പറഞ്ഞു നിർത്തി. ഞങ്ങളൊന്ന് ശ്രമിക്കാം, ഉറപ്പൊന്നുമില്ലെന്നും പറഞ്ഞ് രണ്ടുപേരും അടിയിലേക്ക് പോയി. ഞാൻ അവരെയും കാത്തു അവിടെയിരുന്നു. ഐസക് അപ്പോഴും ഏതോ ഫോൺ കോളിൻ്റെ തിരക്കിലായിരുന്നു. അവർ വരുന്നവരെ ആഷിഖ് കുറച്ചു മുന്നേ റൗണ്ട് ടേബിളിൽ ഇട്ടുകൊണ്ടുപോയ സിഗരറ്റ് ലാമ്പ് ഞാൻ വെറുതെ എടുത്ത് അടിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും എൻ്റെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് അവർ ഇസയുമായി വന്നു. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. അവരുടനെ അവളെ എൻ്റെ മുന്നിലെ ചെയറിലേക്ക് ഇരുത്തി. ശേഷം അവരോടെല്ലാം ഞാൻ അടിയിലേക്ക് ചെന്നോളാൻ ഞാൻ പറഞ്ഞു. അല്പസമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം ഞാൻ അവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ അവളിൽ നിന്നും യാതൊരുവിധ മാറ്റവും ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസത്തെ അതേ അനുഭവം തന്നെയായിരുന്നു ഇപ്പോഴും അവളിൽ നിന്നുണ്ടായത്. ഞാൻ പല രീതിയിൽ അവളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. പക്ഷേ ഒന്നുകൂടി ഞാൻ അവളുടെ മുന്നിൽ തോറ്റുവെന്നല്ലാതെ യാതൊരു ഫലവും ഉണ്ടായില്ല. ഒടുവിൽ അവളിൽ നിന്നും ഒന്നും കിട്ടാനില്ലെന്ന് മനസ്സിലാക്കിയ ഉടനെ ഞാൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു. ഞാൻ റൂമിലേക്ക് കയറിയ പിറകെ ഐസക്കും കയറി വന്നു. ഞാനുടനെ റൂമിലെ ചാരുകസേരയിൽ ഇരുന്ന് ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം മനസ്സിലിട്ട് അനലൈസ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴേക്കും എൻ്റെ മുഖത്തെ സീരിയസ് കണ്ടിട്ടാവണം ഐസക് അങ്ങേയറ്റം നിരാശയോടെ എന്നോട് ചോദിച്ചു, എന്തു പറ്റി? ഇത്രയൊക്കെ ആയിട്ടും ഒരു തുമ്പ് പോലും കിട്ടിയില്ലേ നമുക്ക്? ഉടൻ തന്നെ ഐസക്കിനെ നോക്കി ഒരു ചിരി ചിരിച്ച ശേഷം ഞാൻ അവനോടായി പറഞ്ഞു, നിനക്ക് തെറ്റി ഐസക്, നമുക്കൊരു ലൂപ്പ് ഹോൾ കിട്ടിയിട്ടുണ്ട്.
ഇതുവരെ ശ്രദ്ധിക്കാതെ വിട്ട ഒരു ലൂപ്പ് ഹോൾ. നമ്മൾ അതിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ലൂപ്പ് ഹോളോ? എന്ത് ലൂപ്പ് ഹോൾ? വലിയ ആകാംക്ഷയോടെ ഐസക് എന്നോട് ചോദിച്ചു. ഞാൻ പയ്യെ ഐസക്കിനോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങി. ഐസക്കെ, ഇത്രയും ദിവസത്തെ ഇവിടുത്തെ അന്വേഷണത്തിൽ നിന്നും എനിക്കൊരു കാര്യം വ്യക്തമായി. വളരെ പഴുതടച്ച് ആർക്കും ഒരു തുമ്പ് പോലും കിട്ടാതെ അത്രയും പെർഫെക്റ്റ് ആയാണ് ഇവിടെ ഈ പ്രശ്നങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായുള്ള തെളിവുകളും പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കേസിൽ വർക്ക് ചെയ്തുകൊണ്ട് കാര്യമില്ലെന്ന് എനിക്ക് വ്യക്തമായി. ഇവിടെ എന്തെങ്കിലും ഒരു വഴിയോ ഒരു പഴുതോ കണ്ടെത്തണമെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും ഒരു സാധ്യതകളെയോ ഊഹാപോഹങ്ങളെയോ ഫോളോ ചെയ്തുകൊണ്ട് പൂർണ്ണമായും പരീക്ഷണമായ രീതിയിൽ വേണം മുന്നോട്ട് പോകുവാൻ. അതായത് ഐസക്കെ, ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ ഊഹങ്ങളെ മുൻനിർത്തി എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ. അല്ലാതെ തെളിവുകളോ കാരണങ്ങളോ നമുക്ക് ഇവിടെ നിന്ന് വീണ് കിട്ടാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നീ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പോൾ നിനക്ക് കിട്ടിയ ലൂപ്പ് ഹോൾ എന്ന് പറഞ്ഞത് എന്തായിരുന്നു? ഐസക് ആകാംക്ഷയോടെ എന്നോട് ചോദിച്ചു നിർത്തി. അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഐസക്. ഇവിടെ നടന്ന ഇത്രയും കാര്യങ്ങൾ കൂട്ടി വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു സാധ്യതയാണത്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഇതിൻ്റെയെല്ലാം കാരണം അത് തന്നെയായിരിക്കാം. പക്ഷേ എനിക്കത് ഉറപ്പിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം. അതിനെനിക്ക് നിന്റെ സഹായം വേണം ഐസക്. തീർച്ചയായും ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, പെട്ടെന്നായിരുന്നു ഐസക്കിൻ്റെ മറുപടി. ഞാൻ പിന്നെയും ഗൗരവത്തോടെ തന്നെ തുടർന്നു. ഇനി ഞാൻ പറയുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. ഏകദേശം ഒരു 3-4 ദിവസത്തേക്കുള്ളൊരു വർക്കാണ് നിനക്കുള്ളത്. പക്ഷേ ഇവിടുത്തെ നിലവിലെ അവസ്ഥ നിനക്കും നന്നായിട്ട് അറിയാവുന്നതല്ലേ. അതുകൊണ്ട് മാക്സിമം 2 ദിവസം, അതിനപ്പുറത്തേക്ക് പോകരുത്. അത്രയും ടൈം തന്നെ നമുക്ക് ഉണ്ടാവോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. ശേഷം അടുത്ത 15 മിനിറ്റ് കൊണ്ട് ഞാൻ അവന് വിശദീകരിച്ചു കൊടുത്തു. എവിടേക്ക് പോകണം, എന്തൊക്കെ വിവരങ്ങൾ എടുക്കണം, അങ്ങനെയെല്ലാം അവന് വിശദീകരിച്ചു കൊടുത്തു. ഒരൊറ്റ നിബന്ധന മാത്രമേ ഞാൻ അവന് കൊടുത്തുള്ളൂ. ഈ കാര്യം ഒരാൾ പോലും അറിയാതെ വേണം ചെയ്യാൻ എന്നത്. ആഷിക്കിനെ പോലും അറിയിക്കാതെയായിരുന്നു ഞാനത് ഐസക്കിനെ ഏൽപ്പിച്ചത്. ശേഷം ഞാൻ വാച്ചിലേക്ക് സമയം നോക്കി. 4 മണി കഴിയുന്ന സമയം. ഞാൻ ഉടനെ ഐസക്കിനോട് പറഞ്ഞു, നമുക്ക് ഒട്ടും തന്നെ ടൈമില്ല. എൻ്റെ അഭിപ്രായത്തിൽ നീ ഇപ്പോൾ തന്നെ പോകണം. ഞാൻ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഐസക് ഉടനെ തന്നെ അവൻ്റെ റൂമിലേക്ക് കയറിപ്പോയി. നിസ്സാര സമയം കൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളും പാക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ ഒരുമിച്ച് ഹാളിലേക്ക് ഇറങ്ങി. ബാഗുമായി ഹാളിലെത്തിയ ഐസക്കിനെ കണ്ട ആഷിക്കും വൈഫും ചെറുതായി ഒന്ന് ഞെട്ടി. ആഷിക്കുടനെ ഐസക്കിനോടായി ചോദിച്ചു, ഇതെന്താ ബാഗൊക്കെ ആയിട്ട്? ഇത് എവിടേക്കാ ഇപ്പോൾ? ഐസക്കിന് നുണ പറഞ്ഞു നിൽക്കാൻ വലിയ പരിചയമില്ലാത്തത് കൊണ്ട് ഞാൻ ഇടയിൽ കയറി പറഞ്ഞു, അവനൊന്ന് അത്യാവശ്യമായിട്ട് വീട് വരെ പോകണം. എന്തോ ഒരു ഫാമിലി മാറ്ററാണ്. കൂടുതലൊന്നും ചോദിക്കാൻ അവസരം കൊടുക്കാതെ ഞാൻ ഉടനെ തന്നെ അവനെയും കൂട്ടി കാർ ലക്ഷ്യമാക്കി നടന്നു. ആഷിക്കും ഞങ്ങളുടെ ഒപ്പം നടന്നു. സമയം കളയാതെ ഞാൻ ഉടനെ തന്നെ അവനെ യാത്രയാക്കി. ശേഷം ഞാൻ നേരെ തിരിഞ്ഞ് വീട്ടിലേക്ക് നടന്നു. അപ്പോഴേക്കും ആഷിക്കിൻ്റെ ഭാഗത്തുനിന്ന് അടുത്ത ചോദ്യമുയർന്നു. ഐസക് എന്താ പെട്ടെന്ന് പോവാൻ കാരണം? എന്തെങ്കിലും ഹോസ്പിറ്റൽ വിഷയമാണോ? ഞാൻ ഉടനെ പറഞ്ഞു, ഏയ് അതൊന്നുമല്ല ആഷിഖ്, അതെന്തോ ഫാമിലി മാറ്ററാണ്. ഞാൻ ചോദിച്ചപ്പോൾ എന്തോ പേഴ്സണൽ ഇഷ്യൂ ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കൂടുതലായൊന്നും ചോദിച്ചില്ല. എന്തായാലും ഉടനെ തന്നെ തിരിച്ചു വരുമെന്നും പറഞ്ഞാണ് പോയേക്കുന്നതെന്നും ഞാൻ പറഞ്ഞു. ഞാൻ വേഗം തന്നെ അപ്സ്റ്റെയർ ലക്ഷ്യമാക്കി നടന്നു. മുകളിലെത്തിയ ഞാൻ ഉടനെ റൂമിലേക്ക് നടന്നു. റൂമിലെത്തിയ ഞാൻ നേരെ ബെഡിലേക്കിരുന്നു. അപ്പോഴേക്കും ഞാൻ നല്ല രീതിയിൽ തന്നെ മെൻ്റലി ടയേർഡായി കഴിഞ്ഞിരുന്നു. കേസിൻ്റെ പ്രഷർ അപ്പോഴേക്കും എന്നെ നന്നായി ബാധിച്ചിരുന്നു. ഞാൻ പതിയെ ബെഡിലേക്ക് കിടന്നു. ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതുകൂടി ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ഉറക്കം കഴിഞ്ഞ് പാതിരാത്രി എപ്പോഴോ ആണ് ഞാൻ കണ്ണു തുറക്കുന്നത്. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ സമയം 1 കഴിയുന്നതേയുള്ളൂ. നേരം വെളുക്കാൻ ഇനിയും സമയമുണ്ട്. ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. 5 മണിക്കോ എങ്ങോ കയറിക്കിടന്നതുകൊണ്ട് ഉറക്കം പോയെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് നടന്നു. സിങ്കിൽ പോയി മുഖമൊന്ന് വാഷ് ചെയ്തതോടെ ഉറക്കം ശരിക്കും പോയി. ശേഷം ഞാൻ നേരെ ചെയറിലേക്ക് വന്നിരുന്നു. ചിന്തകൾ പിന്നെയും കേസിലേക്ക് തന്നെയായി. എന്തായാലും ഐസക് ഞാൻ പറഞ്ഞ ഡീറ്റെയിൽസായി തിരിച്ച് എത്തുന്നതുവരെ എനിക്കിവിടെ വലിയ പണിയൊന്നുമില്ലെന്ന് നന്നായി അറിയാം. പക്ഷേ അതിന് ഇനിയും 3-4 ദിവസം വേണ്ടിവരും. അതുവരെ എനിക്കൊന്നും ചെയ്യാതെ ഇരിക്കാനും സാധിക്കില്ല.
അത്രയും കാര്യം ആലോചിച്ചപ്പോഴാണ് എനിക്ക് മറ്റൊരു കാര്യം മനസ്സിൽ തോന്നിയത്. രാത്രി ഈ സമയത്തൊക്കെ അവൾ എന്തായിരിക്കും ചെയ്യുക? എന്തായാലും അവൾക്ക് ഉറക്കമൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ അവൾ എന്തായിരിക്കും ചെയ്യുക എന്നറിയാൻ എനിക്ക് തോന്നി. ഒരുപക്ഷെ അപ്രതീക്ഷിതമായി ഈ സമയത്ത് അവളുടെ റൂമിലേക്ക് കയറി ചെന്നാൽ കാര്യമായ എന്തെങ്കിലും കിട്ടുമെന്ന് എനിക്കൊരു പ്രതീക്ഷ തോന്നി. കാര്യം റിസ്ക് ആണെങ്കിലും ഞാൻ പിന്നെ കൂടുതലൊന്നും ആലോചിക്കാൻ നിന്നില്ല. ഞാൻ ഉടൻ തന്നെ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് നടക്കാൻ തുടങ്ങി. റൂമിന് പുറത്ത് നല്ല ഇരുട്ടാണെങ്കിലും ആരും അറിയാതെ ഇരിക്കാൻ ഞാൻ ലൈറ്റൊന്നും ഇടാതെ തന്നെ നടന്നു. ശബ്ദമില്ലാത്ത രീതിയിൽ ഞാൻ സ്റ്റെയർകേസ് ഇറങ്ങി അവളുടെ റൂമിന് മുന്നിലെത്തി. ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടാവല്ലേ ഈശ്വര എന്നോർത്ത് ഞാൻ ആ ചാരിക്കിടന്ന ഡോർ വളരെ പയ്യെ ഒന്ന് തള്ളി നോക്കി. ഭാഗ്യം, അത് ലോക്കല്ലായിരുന്നു. എനിക്ക് മനസ്സിൽ ചെറിയ തോതിൽ ഭയം തോന്നി തുടങ്ങിയിരുന്നു. എങ്കിലും എനിക്ക് പിന്മാറാൻ തോന്നിയില്ല. പയ്യെ ഒന്നുകൂടെ ആ ഡോർ തുറന്ന ശേഷം ഞാൻ ഒരു സ്റ്റെപ്പ് കൂടെ അകത്തേക്ക് വെച്ചു. എനിക്ക് കയറിയ പാടെ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത്രയും ഇരുട്ട്. പയ്യെ ഇരുണ്ട വെളിച്ചത്തിൽ എന്തൊക്കെയോ കാണാൻ പറ്റുന്നുണ്ടായി. ഭയത്തോടെ തന്നെ ഞാൻ പയ്യെ അകത്തേക്ക് കയറി ഓരോ സ്റ്റെപ്പ് വെച്ച് നടക്കാൻ തുടങ്ങി. കുറച്ചകത്തേക്ക് നടന്നപ്പോൾ പെട്ടെന്നാണ് എൻ്റെ തലയിൽ എന്തോ തുണിയോ മറ്റോ മുട്ടുന്നത്. പെട്ടെന്നായതുകൊണ്ട് ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് മനസ്സിലായില്ല അതെന്താണെന്ന്. ഞാൻ പയ്യെ തൊട്ടു നോക്കി അതിൽ. അത് സാരി പോലെ എന്തോ ആയിരുന്നു. ഒന്നുകൂടെ പിടിച്ചു നോക്കിയപ്പോൾ എനിക്ക് വ്യക്തമായി അതൊരു കുടുക്ക് പോലെ ഇട്ടിരിക്കുകയാണ്. ഒന്നുകൂടെ മുകളിലേക്ക് നോക്കിയ ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. അത് ശരിക്കും സീലിംഗ് ഫാനിൽ കെട്ടിയിരിക്കുകയാണ്, തൂങ്ങി മരിക്കുവാൻ വേണ്ടി ചെയ്യുന്ന പോലെ. അതുകൂടെ കണ്ടപ്പോൾ എൻ്റെ ധൈര്യമെല്ലാം പോയി കഴിഞ്ഞിരുന്നു. എങ്കിലും ഞാൻ മുന്നോട്ട് തന്നെ നടന്നു. തല വെട്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി മുന്നോട്ട് പയ്യെ നടന്നു. അവളെ അവിടെയൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഒന്നും മനസ്സിലായില്ല. ഇവളിതെവിടെ പോയെന്ന്. ആ റൂമിൽ എന്തായാലും അവളില്ലെന്ന് എനിക്ക് വ്യക്തമായതോടെ ഞാൻ തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി പുറത്തോട്ട്. പുറത്തെത്തിയതോടെ ഒരു നിമിഷം ഞാൻ അവിടെ തന്നെ നിന്നുപോയി. ഇവളീ രാത്രി എങ്ങോട്ട് പോയി? ഈ മിസ്സിങ്ങിൽ കാര്യമായ ദുരൂഹതയുണ്ടെന്ന് എനിക്ക് വ്യക്തമായി. പെട്ടെന്നാണ് എനിക്ക് തോന്നിയത്, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ അവൾ മിക്കവാറും അവരുടെ റൂമിലോ മറ്റോ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ അപകടമാണ്. ഞാൻ പിന്നെ കൂടുതൽ ആലോചിച്ചില്ല. നേരെ അവരുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. അപ്പോഴാണ് എൻ്റെ കണ്ണൊന്ന് മെയിൻ ഹാളിലേക്ക് പാളിയത്. ഞാൻ പിന്നെയും ഞെട്ടിപ്പോയി. മെയിൻ ഹാളിൽ നിന്നും പുറത്തേക്കുള്ള ഡോർ ഓപ്പണായി കിടക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഒരു കാര്യം എനിക്ക് വ്യക്തമായി, അവൾ പുറത്തേക്കെങ്ങോ പോയേക്കുന്നതാണ്. ഞാൻ നേരെ ആ ഡോർ ലക്ഷ്യമാക്കി നടന്നു. എത്രയും വേഗം അവളെ കണ്ടെത്തണം, അതായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷേ അപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ഓർത്തത്. ഞാൻ ഫോൺ എടുത്തിട്ടില്ല എന്നുള്ളത്. ഫോണില്ലാതെ പോകുന്നത് ബുദ്ധിയല്ല എന്നെനിക്കറിയാം. ഞാൻ നേരെ മുകളിലേക്ക് എൻ്റെ റൂം ലക്ഷ്യമാക്കി ഓടിക്കയറി. റൂമിൽ കയറിയ ഉടനെ ഇരുട്ട് കാരണം ലൈറ്റ് ഇടുവാൻ നോക്കി. പക്ഷേ ലൈറ്റ് ഓൺ ആവുന്നുണ്ടായിരുന്നില്ല. ഞാൻ രണ്ടാമത്തെ ലൈറ്റും ഇട്ട് നോക്കി. പക്ഷേ അതും ഓണാവുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. തൊട്ടടുത്ത നിമിഷം എനിക്ക് ആ ഭീകരാവസ്ഥ മനസ്സിലായി. 2 ബൾബിൻ്റെയും ഹോൾഡറുകളുടെ കീഴിൽ അതെല്ലാം വീണ് ചിതറിക്കിടക്കുന്നു. എനിക്ക് മനസ്സിലായി, അവൾ ഇവിടെ തന്നെയുണ്ട്. ഞാൻ എങ്ങനെയോ ടേബിളിൽ നിന്ന് ഫോൺ തപ്പിയെടുത്ത് ഫ്ലാഷ് ഓൺ ചെയ്ത് ചുറ്റും നോക്കി. ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. ഫ്ലാഷ് ലൈറ്റ് ഞാൻ നേരെ ബെഡിലേക്ക് തെളിയിച്ചു. ആ നിമിഷം ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയ നിമിഷം. ഞാൻ കണ്ടു അവളെ. മുടിയൊക്കെ മുന്നിലേക്ക് അഴിച്ച് തല താഴ്ത്തി എൻ്റെ ബെഡിലിരിക്കുന്നു അവൾ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ. എൻ്റെ ശബ്ദമുയരുന്നില്ല. അടുത്ത നിമിഷം അവൾ തലയുയർത്തി എന്നെ നോക്കി. ഫ്ലാഷ് ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഞാൻ കണ്ടു അവളുടെ ക്രൂരമായ ആ മുഖം. അപ്പോഴേക്കും ഭയം എന്നെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരുന്നു. ഞാൻ 2 സ്റ്റെപ്പ് പിറകിലേക്ക് വെച്ചു. ശേഷം ഞാൻ വളരെ ഇടറിയ ശബ്ദത്തോടെ അവളുടെ പേര് വിളിച്ചു, ഇസ. പക്ഷേ അവൾക്ക് അപ്പോഴും യാതൊരുവിധ ഭാവവും ഉണ്ടായിരുന്നില്ല. അവൾ എന്നെ തുറിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. പൊടുന്നിനെ അവൾ ഇരുന്നിടത്തു നിന്നും പയ്യെ എഴുന്നേറ്റ് പതുക്കെ പുറത്തേക്ക് നടക്കുവാൻ തുടങ്ങി. ഡോറിൻ്റെ അടുത്തെത്തിയതും അവൾ എൻ്റെ നേരെ തിരിഞ്ഞു നിന്നു. എന്നോട് ഞെട്ടിക്കൊണ്ടവൾ സംസാരിച്ചു, അതിഭയങ്കരമായ ഒരു ശബ്ദത്തോടെ. നീ ഒരുപാട് വൈകിപ്പോയി.
അത്രമാത്രം പറഞ്ഞുകൊണ്ട് നേരെ പുറത്തേക്ക് അവൾ ഇറങ്ങിപ്പോയി. പെട്ടെന്നായതുകൊണ്ട് എനിക്ക് മനസ്സിലായില്ല അവൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന്. ഞാൻ നേരെ അവിടെ എൻ്റെ അടുത്തുണ്ടായിരുന്ന കസേരയിലേക്കിരുന്നു. ഇത്രയും നേരത്തെ സംഭവങ്ങളൊക്കെ ഓർത്ത് എത്ര നേരം ഞാൻ അങ്ങനെ ഇരുന്നുവെന്ന് എനിക്കറിയില്ല. എന്താണെന്നറിയില്ല, പിറ്റേ ദിവസം ഒരുപാട് ലേറ്റായിട്ടാണ് ഞാൻ ഉറക്കമെഴുന്നേറ്റത്. തലേ ദിവസത്തെ സംഭവം എനിക്ക് അത്രത്തോളം ഷോക്കായിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം ഉച്ചവരെ ഞാൻ തലേ ദിവസത്തെ കാര്യങ്ങൾ അനലൈസ് ചെയ്യുകയായിരുന്നു. അവൾ എന്നോട് പറഞ്ഞ കാര്യം, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ. അങ്ങനെ അന്ന് ഉച്ച കഴിഞ്ഞ സമയത്തായിരുന്നു അപ്രതീക്ഷിതമായി ഐസക്കിൻ്റെ കോൾ വരുന്നത്. ഞാൻ ഉടനെ വലിയ പ്രതീക്ഷയോടെ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. ഹലോ ഐസക്, എന്തായി കാര്യങ്ങൾ? അതിഗൗരവത്തോടെയായിരുന്നു അവൻ്റെ മറുപടി. നീ വിചാരിച്ച പോലെ തന്നെയാണ് കാര്യങ്ങൾ. നമ്മൾ സംശയിച്ച പോലെ തന്നെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഐസക് പറഞ്ഞു നിർത്തി. അത് കേട്ടതോടെ ഞാൻ ഒരു നിമിഷം സൈലൻ്റ് ആയിപ്പോയി. ശേഷം ഞാൻ തുടർന്നു. എന്നാൽ നീ അതിൻ്റെ എല്ലാവിധ ഡീറ്റെയിൽസ് എടുത്ത് ഉടനെ തിരിച്ചെത്തണം. ശ്രദ്ധിക്കണം, ഒരു വിവരം പോലും ഡ്രോപ്പ് ആവരുത്. പിന്നെ ഇവിടുത്തെ അവസ്ഥ പിന്നെയും മോശമായി കൊണ്ടിരിക്കുകയാണ്. നീ തിരിച്ചെത്താതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും കേട്ടതോടെ ഡീറ്റെയിൽസ് എല്ലാം എടുത്ത ശേഷം ഉടനെ എത്താം എന്നും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു. അവൻ അത്രയും കാര്യം പറഞ്ഞതോടെ എനിക്കിവിടുത്തെ കാര്യങ്ങളുടെ കിടപ്പ് ഏകദേശം മനസ്സിലായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഐസക് വരണം. യഥാർത്ഥത്തിൽ ആ നിമിഷം തുടങ്ങി ഞാൻ കാത്തിരുന്നത് ഐസക്കിനെയും ആ ഡീറ്റെയിൽസിനെയുമാണ്. അങ്ങനെ അടുത്ത 2 ദിവസത്തോളം കേസ് യാതൊരുവിധ പുരോഗതിയുമില്ലാതെ നീങ്ങി. ആ 2 ദിവസം കൊണ്ട് ഞാനും അങ്ങേയറ്റത്തെത്തിയിരുന്നു. ഒടുവിൽ എൻ്റെ ക്ഷമയ്ക്ക് അറുതി വരുത്തിക്കൊണ്ട് 3-ാം നാൾ ഐസക് തിരിച്ചെത്തി. ഐസക് വന്ന് കാർ പാർക്ക് ചെയ്യുന്നതും അവനെ ആഷിഖ് വന്ന് സ്വീകരിക്കുന്നതുമെല്ലാം ഞാൻ ബാൽക്കണിയിൽ നിന്ന് കണ്ടു. അടുത്ത നിമിഷം തന്നെ ബാഗെല്ലാമായി അവൻ മുകളിലേക്ക് കയറി വന്നു. 1-2 ദിവസത്തെ റെസ്റ്റില്ലാത്ത ജോലിക്ക് ശേഷം തിരിച്ചെത്തിയ അവനോട് സുഖവിവരമെല്ലാം അന്വേഷിക്കുന്നതിന് മുന്നേ എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നത് ആ ഡീറ്റെയിൽസിനെ കുറിച്ചായിരുന്നു. ഞാനത് ചോദിച്ചതും അവൻ ഉടനെ എന്നെയും കൂട്ടി റൂമിലേക്ക് നടന്നു. റൂമിലെത്തിയ ഉടനെ അവൻ ഡോർ ലോക്ക് ചെയ്ത ശേഷം ബാഗിൽ നിന്നും വലിയൊരു ഫയൽ എടുത്ത് എനിക്ക് നൽകി. ഒപ്പം ഒരു പെൻഡ്രൈവും. ഞാൻ ഫയൽ വായിക്കാൻ തുടങ്ങിയ സമയം അവൻ ആ പെൻഡ്രൈവ് ലാപ്പിൽ കണക്ട് ചെയ്തു. ഫയലിൽ പറയുന്ന കാര്യങ്ങളുടെ ഫോട്ടോഗ്രാഫും മറ്റുമായിരുന്നു പെൻഡ്രൈവിൽ. ശേഷം ഏകദേശം അടുത്ത അരമണിക്കൂർ കൊണ്ട് ഞാൻ ആ ഫയൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വായിച്ചു. അത് വായിച്ച ശേഷം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. വെറുമൊരു സാധ്യത പോലെ ഞാൻ കണ്ട കാര്യം ഇതാ ഈ പ്രശ്നങ്ങളുടെയെല്ലാം യഥാർത്ഥ കാരണമായിരിക്കുന്നു. അത് ഞാൻ വായിച്ചു കഴിഞ്ഞതോടെ ഐസക് എന്നോടായി ചോദിച്ചു, ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് മനസ്സിലായി കഴിഞ്ഞില്ലേ ഇപ്പോൾ? ഞാൻ ഉടനെ ടേബിളിൽ നിന്നും ആ ഫയൽ എടുത്ത ശേഷം ഐസക്കിനെയും കൂട്ടി നിലത്തേക്കിറങ്ങി മെയിൻ ഹാൾ ലക്ഷ്യമാക്കി നടന്നു. ഞാൻ ഹാളിലേക്ക് എത്തിയത് കണ്ടതും ആഷിഖും ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. ഞാൻ അവിടെ ഇരുന്ന് ടേബിളിലേക്കിരുന്നു. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫയൽ ഞാൻ ടേബിളിലേക്ക് വെച്ച് ശേഷം എനിക്ക് ഓപ്പോസിറ്റ് ഇട്ടിരിക്കുന്ന ചെയറിലേക്ക് ആഷിഖിനോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ കൂടുതൽ വളച്ചുകെട്ടില്ലാതെ ആഷിഖിനോട് കാര്യത്തിലേക്ക് കടന്നു. ആഷിഖേ, ഞാനിനി ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും നീ നുണ പറയരുത്. സത്യസന്ധമായി ഉത്തരങ്ങൾ പറയണം. അതിഗൗരവത്തോടെ ഞാൻ അങ്ങനെ പറഞ്ഞതോടെ ആഷിഖിൻ്റെ മുഖം ആകെ മാറിപ്പോയി. അവൻ ഉടനെ പറഞ്ഞു, ഞാൻ സത്യസന്ധമായി തന്നെ പറയാം ഡോക്ടർ. ഞാൻ പിന്നെയും തുടർന്നു. നീ പറഞ്ഞ ഒരു നുണയാണ് കേസ് ഇത്രയും സ്ലോവിലാവാൻ കാരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി നമ്മൾക്കിടയിൽ നുണകൾ പാടില്ലെന്ന്. അത് നിങ്ങൾക്ക് തന്നെയായിരിക്കും ദോഷം ചെയ്യുന്നത്. ആഷിഖ് അല്പം ഭയമേറിയ മുഖത്തോടെ അതെല്ലാം കേട്ടിരുന്നു. പെട്ടെന്നായിരുന്നു ആ സമയത്ത് ഡോർ തുറന്ന് അപ്രതീക്ഷിതമായി ഇസയുടെ വരവ്. അവൾ മറ്റെന്തോ കാര്യത്തിനായി റൂമിൽ നിന്നും പുറത്തിറങ്ങിയതായിരുന്നു. അവളെ കണ്ടതോടെ ഞാൻ നേരെ ആ ഫയൽ മടക്കി വെച്ചു. തൊട്ടടുത്ത നിമിഷമായിരുന്നു എൻ്റെ ഫോൺ റിങ് ചെയ്തതും. അതേതോ പരിചയമില്ലാത്തൊരു നമ്പറായിരുന്നു. ഞാൻ പയ്യെ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ, ഇതാരാ? എന്നെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അങ്ങേ തലയിലെ ശബ്ദം. ഇത് ഞാനാണ്, SI സുധീർ, ഇവിടുത്തെ ലോക്കൽ സ്റ്റേഷനിലെ. ആ, മനസ്സിലായി സുധീർ. എന്തായി സുധീർ, അന്ന് ഞാൻ പറഞ്ഞ പോലെ കേസിൽ എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടോ? ആകാംക്ഷയോടെ ഞാൻ ചോദിച്ചു നിർത്തി. ആ, അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വിളിച്ചത്.
ഒരു വലിയ പ്രശ്നം വന്നിട്ടുണ്ടല്ലോ ഡോക്ടറെ. അത് കേട്ടതോടെ അല്പം സ്വരം താഴ്ത്തി ഞാൻ ചോദിച്ചു, എന്ത് പ്രശ്നം? വിറയ്ക്കുന്ന ശബ്ദത്തോടെ സുധീർ തുടർന്നു, അത് ഇവിടെ കാടിൻ്റെ ഒരു 2 കിലോമീറ്റർ അകത്തു നിന്നും ഇസയുടെ ഡെഡ് ബോഡി കിട്ടിയിട്ടുണ്ട്. സുധീർ അത്രയും പറഞ്ഞു നിർത്തിയതും ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ പെട്ടെന്ന് തല വെട്ടിച്ച് പുറകോട്ട് തിരിഞ്ഞു നോക്കി. ഇസ അതാ റൂമിലേക്ക് തിരിച്ചു കയറി പോകുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എൻ്റെ ശബ്ദം ഉയരുന്നില്ല. ആ വാർത്ത കേട്ടതോടെ ഞാൻ അത്രത്തോളം ഷോക്കായിപ്പോയി. ഞാൻ ഉടൻ തന്നെ സുധീറിനോടായി ചോദിച്ചു, ഇതെവിടുന്നാ കറക്റ്റ് കിട്ടിയേക്കുന്നേ? കറക്റ്റ് പറയുകയാണെങ്കിൽ അന്ന് ഇസയെ കിട്ടിയിടത്തു നിന്നും ഏകദേശം പിന്നെയും 1 കിലോമീറ്റർ അകത്തേക്ക് പോകണം. ആ ഓക്കെ സുധീർ. അല്ല, ഇത് വേറെ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ ഈ വിഷയം? ഏയ് ഇല്ല ഡോക്ടർ. ഇതിപ്പോൾ കണ്ടത് കാടിൻ്റെ അകത്ത് അരുവിയിൽ നിന്ന് മീൻ പിടിക്കാനോ മറ്റോ വന്ന 2 പിള്ളേരാണ്. അവരുടനെ സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചു. കേട്ടപ്പോൾ തന്നെ സംശയം തോന്നിയതുകൊണ്ട് ഞാനൊരു കോൺസ്റ്റബിളിനെയും കൂട്ടി ഇങ്ങ് പോന്നു. അതുകൊണ്ട് നിലവിൽ ഞങ്ങൾ 4 പേരല്ലാതെ വേറെ ആരും അറിഞ്ഞിട്ടില്ല. അതെന്തായാലും നന്നായി സുധീർ. ഞങ്ങൾ ഉടനെ അവിടേക്ക് വരാം. അതുവരെ ഈ സംഭവം ആരും അറിയാതെ നോക്കണം. സുധീർ അത്രയും പറഞ്ഞ് ഞാൻ നേരെ കോൾ കട്ട് ചെയ്തു. ശേഷം ഞാൻ ചെയറിൽ നിന്ന് എഴുന്നേറ്റ ശേഷം അവിടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായി. പക്ഷേ അപ്പോഴാണ് മറ്റൊരു കാര്യം കൂടി എൻ്റെ മനസ്സിലേക്ക് വന്നത്. അതാണ് ഈ കേസിൻ്റെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയ സ്റ്റേജ്. ഇനി അങ്ങോട്ട് നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ കയ്യിൽ നിന്നും പോകുമെന്ന് എനിക്ക് ഉറപ്പായി. സ്റ്റെപ്പായി കാര്യങ്ങൾ ചെയ്യുന്നതാണ് ബുദ്ധിയെന്ന് എനിക്ക് തോന്നി. അങ്ങനെയെങ്കിൽ എനിക്ക് ആദ്യം തീർക്കേണ്ടത് എൻ്റെ കയ്യിലിരിക്കുന്ന ഫയലിൻ്റെ കോംപ്ലിക്കേഷനാണ്. ഈ ഫയലും അതിൽ പറയുന്ന ആഷിഖിൻ്റെ ഭൂതകാലവും. അതിൽ ക്ലാരിറ്റി വരാതെ എനിക്ക് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ചെയറിലേക്ക് ഇരുന്ന് ആഷിഖിനോട് നേരത്തെ തുടർന്ന ചോദ്യങ്ങൾ പിന്നെയും തുടർന്നു. അപ്പോൾ പറയൂ ആഷിഖ്, നല്ല പ്രായത്തിൽ വീട്ടിൽ നിന്ന് പുറത്തായ ഒരാൾ, മെഡിക്കൽ കരിയർ തുടങ്ങി അധികം നാളാവാത്ത ഒരാൾ, അങ്ങനെ ഒരാൾക്ക് എങ്ങനെ ഇത്രയും സ്ഥലം, ഇതേപോലെ ഇത്രയും വലിയ വീടും സ്വന്തമാക്കാൻ പറ്റും? ഏകദേശം ഒരു 10 വർഷം മുന്നേ നീ ഇവിടെ സെറ്റിലാവുന്ന സമയത്തെ നിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. സ്വരം കടുപ്പിച്ച് ഞാൻ അത്രയും പറഞ്ഞു നിർത്തി. എൻ്റെ ആ ഒരൊറ്റ ചോദ്യത്തിൽ തന്നെ അവൻ പാളിപ്പോയിരുന്നു. ഞാൻ എല്ലാം അറിഞ്ഞെന്നുള്ള വെപ്രാളം അവനിൽ പ്രകടമായിരുന്നു. അവൻ മറുപടി പറയാതെ നിലത്തോട്ട് തന്നെ നോക്കി നിന്നു. പക്ഷേ നിലവിലെ അവസ്ഥയിൽ എനിക്ക് ഒട്ടും തന്നെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെയും തുടർന്നു. ആഷിഖേ, ഞാൻ നിന്നോടന്ന് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ശത്രുക്കളോ മറ്റോ വരാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന്. നീ അതിന് ഇല്ല എന്നായിരുന്നു എന്നോട് പറഞ്ഞത്. പക്ഷേ ആ സമയത്തിലെ നിന്റെ എക്സ്പ്രഷനിലെ വേരിയേഷൻ ഞാൻ ശ്രദ്ധിച്ചു. നീ അറിഞ്ഞോ അറിയാതെയോ എന്തോ ഒളിപ്പിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതോടെ എനിക്കറിയേണ്ടത് നിന്റെ പാസ്റ്റായിരുന്നു. അന്ന് എൻ്റെ മനസ്സിൽ കയറിയ ചോദ്യമായിരുന്നു, കുടുംബത്തിൽ നിന്നെല്ലാം അത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും നീ എങ്ങനെ ഇത്രയും സാമ്പത്തികമായി വലിയ നിലയിലേക്ക് മാറി എന്നത്. അങ്ങനെയാണ് എൻ്റെ സംശയം നിന്റെ മെഡിക്കൽ കരിയറിലേക്ക് നീങ്ങിയത്. പണത്തിനു വേണ്ടിയോ മറ്റോ നീ അരുതാത്തതെന്തെങ്കിലും നീ നിന്റെ കരിയറിൽ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയണമായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ചു ദിവസം മുന്നേ നിന്റെ മെഡിക്കൽ പാസ്റ്റ് അന്വേഷിക്കാൻ നീ ആദ്യം വർക്ക് ചെയ്ത എറണാകുളത്തെ മെഡിസിറ്റി ഹോസ്പിറ്റലിലേക്ക് ഐസക്കിനെ അയക്കുന്നത്. ഐസക്കിൻ്റെ ആദ്യ ദിവസത്തെ അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു നിന്റെ കരിയറിലെ ഒരു ബ്ലാക്ക് മാർക്ക്. നിനക്കെതിരെ ഏകദേശം ഒരു 10 വർഷം മുൻപേ മെഡിക്കൽ കൗൺസിലിൻ്റെ അന്വേഷണം നടന്നിട്ടുണ്ടെന്ന് വ്യക്തമായി. ലാവണ്യ എന്ന ഒരു 5 വയസ്സുകാരിയെ അവയവ കച്ചവടത്തിനായി മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചു എന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ അന്വേഷണം. പക്ഷേ ആ അന്വേഷണത്തിനൊടുവിൽ ഡോക്ടർ ആഷിഖ് ഉസ്മാൻ നിരപരാധിയാണെന്ന് തെളിയിക്കുകയുണ്ടായി. അവിടം വരെയാണ് നിന്റെ മെഡിക്കൽ കരിയറിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. ഞാൻ അത്രയും പറഞ്ഞു കഴിഞ്ഞതോടെ ആഷിഖിൻ്റെ കണ്ണ് നിറഞ്ഞൊഴിയുന്നതെല്ലാം ഞാൻ കണ്ടിരുന്നു. എങ്കിലും ഞാൻ പിന്നെയും തുടർന്നു. അപ്പോൾ ഇനി ബാക്കി ആഷിഖ് പറയൂ, എന്താണ് യഥാർത്ഥത്തിൽ അന്ന് ലാവണ്യ എന്ന് പറയുന്ന കുട്ടിക്ക് സംഭവിച്ചത്? ആഷിഖ് ഉടനെ കണ്ണെല്ലാം തുടച്ച ശേഷം എൻ്റെ മുഖത്തേക്ക് നോക്കി ഇടറുന്ന ശബ്ദത്തോടെ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ എല്ലാം പറയാം സർ, എല്ലാം.
ഒരിക്കലും ഒരു ഡോക്ടർ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഞാനന്ന് ചെയ്തത്. 10 വർഷം മുന്നേ ആയിരുന്നു അതെല്ലാം. ഞാനും രേഖയും തമ്മിലുള്ള പ്രണയം 2 വീട്ടിലും അറിഞ്ഞ് വലിയ പ്രശ്നങ്ങളായിട്ട് നിൽക്കുന്ന സമയം. ഞാനാണെങ്കിൽ വാപ്പച്ചിയുടെ കുറേ പിടിപാട് കൊണ്ടാണ് അന്ന് മെഡിസിറ്റിയിൽ കയറി 3-4 വർഷം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാന്നൊരു ദിവസം എനിക്കൊരു എമർജൻസി കേസ് വരുന്നത്. ഒരു ആക്സിഡൻറ്റ് കേസായി ലാവണ്യ എന്ന കുട്ടി. തലയിൽ വലിയൊരു മുറിവും കുറച്ച് ബ്ലഡും പോയെങ്കിലും വേറെ വലിയ സാരമായ പരിക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനുടനെ ആ കേസ് വളരെ ഭംഗിയായി എക്സിക്യൂട്ടീവ് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഞാൻ കുട്ടിയുടെ സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് തിയേറ്ററിൽ നിന്നും ഇറങ്ങിയ സമയത്തായിരുന്നു എന്നെ മെഡിസിറ്റിയിലെ തന്നെ ഏറ്റവും സീനിയറായ രാജീവ് സർ വിളിപ്പിക്കുന്നത്. ഞാനുടനെ അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് ചെന്നു. അവിടെ അപ്പോഴേക്കും ഒട്ടുമിക്ക സീനിയർ ഡോക്ടേഴ്സും ഉണ്ടായിരുന്നു. ഒപ്പം ഹോസ്പിറ്റലിൻ്റെ MDയും, പിന്നെ അതുവരെ എനിക്ക് പരിചയമില്ലാത്ത ഒരാളും. രാജീവ് സാർ അപ്പോഴേക്കും എന്നെ അവരെ എല്ലാവരെയും പരിചയപ്പെടുത്തി, ഒപ്പം അയാളെയും. അതൊരു റിയൽ എസ്റ്റേറ്റ് ട്രൈക്കൂൺ ആയിരുന്നു. ജോർജ് എന്നായിരുന്നു എന്ന് തോന്നുന്നു അയാളുടെ പേര്. അങ്ങനെ ഉടൻ തന്നെ അവർ എന്നെ വിളിപ്പിച്ച കാര്യത്തിലേക്ക് കടന്നു. എന്നെ പരിചയപ്പെടുത്തിയ ജോർജ് എന്നയാളുടെ മകളും ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. എന്തോ ഹൃദയ സംബന്ധമായ അസുഖം കാരണം എത്രയും വേഗം ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട രീതിയിലായിരുന്നു കാര്യങ്ങൾ. അവർ അത്രയും പറഞ്ഞു വന്നപ്പോഴേക്കും കാര്യങ്ങൾ എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ പേടിച്ച പോലെ തന്നെ അവരുടനെ ലാവണ്യയുടെ കാര്യത്തിലേക്ക് തന്നെ വന്നു. ആ കുട്ടിയെ മസ്തിഷ്കമരണം സ്ഥിരീകരിക്കുകയും എത്രയും വേഗം ട്രാൻസ്പ്ലാന്റ് നടത്തുകയും വേണമെന്ന് അവർ എന്നോട് പറഞ്ഞു. പക്ഷേ ഞാനത് കേട്ടപാട് നിഷേധിച്ചു. അവർ എന്നെ പല രീതിയിൽ പ്രഷർ ചെയ്തു. ആദ്യം കാര്യങ്ങൾ പറഞ്ഞ് എന്നെ അടുപ്പിക്കാൻ നോക്കി. പിന്നീട് പണം വാഗ്ദാനം ചെയ്തു നോക്കി. അവർ ലക്ഷങ്ങൾ എനിക്ക് ഓഫർ ചെയ്തു. പക്ഷേ അവിടെയും ഞാൻ സമ്മതിക്കാതെയായപ്പോൾ പിന്നെ ഭീഷണിയായി. ഒരുവിധം ഞാൻ അവിടെയും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചുവെങ്കിലും എനിക്ക് പറ്റിയില്ല. കാരണം രേഖയുടെയും എൻ്റെയും കാര്യം വലിയ പ്രഷറിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ കരിയർ കൂടി നോക്കണമായിരുന്നു. അവസാനം ആ ഭീഷണിയിൽ ഞാനും സ്വാർത്ഥനായിപ്പോയി. ഒരിക്കലും ഒരു ഡോക്ടർ ചെയ്യാൻ പാടില്ലാത്തത് ഞാൻ അന്ന് ചെയ്തു. പക്ഷെ പിന്നീട് ആ സംഭവത്തിൽ കുട്ടിയുടെ അച്ഛൻ്റെ സംശയത്തിൽ ഒരു പരാതി ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൻ്റെ ഇടപെടലിൽ എനിക്കെതിരെ വലിയ അന്വേഷണമൊന്നും നടന്നില്ല. പക്ഷേ ആ സംഭവം എന്നെ മാനസികമായി തളർത്തി. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ അവിടെ ആ ജോലിയെല്ലാം ഉപേക്ഷിച്ച് ഇവിടെ വന്നിങ്ങനെ ഒതുങ്ങിക്കൂടുവാൻ കാരണം. അവൻ അത്രയും പറഞ്ഞത് ഞാൻ ക്ഷമയോടെ കേട്ടിരുന്നു. അവൻ പശ്ചാത്താപം പോലെയായിരുന്നു അത്രയും പറഞ്ഞു നിർത്തിയത്. പക്ഷേ എനിക്കത് ഒട്ടും ഉൾക്കൊള്ളുവാൻ പറ്റുന്ന സംഭവമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അല്പം സ്വരമുയർത്തി ഞാൻ പിന്നെയും തുടർന്നു. അന്ന് നിന്റെ സ്വാർത്ഥതയിൽ നീ കൊന്ന ജീവൻ എത്രയായിരുന്നുവെന്ന് നിനക്കറിയോ? അതിനുശേഷം നീ ആ കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അവർക്ക് കുട്ടികളില്ലാതെ ഏറെ വൈകിയാണ് ലാവണ്യയെ കിട്ടിയത്. അതൊക്കെ നിനക്കറിയോ? അന്ന് ആ കുട്ടിയുടെ മരണത്തിന് ശേഷം ആ കുടുംബത്തിൻ്റെ താളമാകെ തെറ്റിപ്പോയി. മകളുടെ മരണത്തിൽ അമ്മ മെൻ്റലി ഷോക്കായിപ്പോയി. ആ ഷോക്കിൻ്റെ തുടർച്ചയിൽ ഏകദേശം 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവർ തൂങ്ങി മരിച്ചു. ശേഷം അച്ഛൻ ഒറ്റയ്ക്കായി താമസം. പക്ഷെ പിന്നീട് അയാളെക്കുറിച്ച് വലിയ വിവരങ്ങളൊന്നുമില്ല. അതായത് ആഷിക്കെ, നീ കൊന്നത് 3 ജീവനായിരുന്നു. അതുകൂടി കേട്ടപ്പോൾ അവൻ ശരിക്കും പൊട്ടിക്കരഞ്ഞുപോയി. ഞാനത് ശ്രദ്ധിക്കാതിരുന്നിടത്തു നിന്ന് എഴുന്നേറ്റു. ശേഷം ഞാൻ ആഷിക്കിനോടായി പറഞ്ഞു, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് സംഭവിച്ചത്. ഒരു വിധത്തിലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. എങ്കിലും ഇവിടെയും ഒരു കുട്ടിയുടെ ജീവൻ തന്നെയാണ് പ്രശ്നമായി നിൽക്കുന്നത് കൊണ്ട് എനിക്ക് ജോലി തുടർന്നേ മതിയാകൂ. കൂടുതൽ വളച്ചുകെട്ടലില്ലാതെ ഞാൻ ആഷിക്കിനോട് കാര്യത്തിലേക്ക് കടന്നു. ആഷിക്കെ, എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നമ്മൾ കരുതുന്നതിനപ്പുറം ഇവിടുത്തെ വിഷയം കോംപ്ലിക്കേഷനായി കഴിഞ്ഞിരിക്കുന്നു. കാര്യങ്ങളൊക്കെ ഏതാണ്ട് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞെന്ന് എനിക്ക് സംശയമുണ്ട്. ഇനി ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും നീ മെൻ്റലി സ്ട്രോങ് ആയി നിൽക്കണം. അതിപ്പോൾ എന്തൊക്കെ തന്നെയായാലും. ആഷിക്കൊന്നും മനസ്സിലാവാതെ എൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിന്നു. ഞാൻ പിന്നെയും തുടർന്നു. അല്പം മുന്നേ എന്നെ വിളിച്ചത് SI സുധീർ ആയിരുന്നു. ഒരു പ്രശ്നം പറയാനായിരുന്നു വിളിച്ചത്. ഇസയുടെ ബോഡി ഇവിടെ ഫോറസ്റ്റിൻ്റെ അകത്ത് എവിടെ നിന്നോ കിട്ടിയിട്ടുണ്ട്.
അത് കേട്ടതും ഞാൻ പ്രതീക്ഷിച്ച പോലെ ആഷിക്കും ഷോക്കായിപ്പോയി. അവൻ്റെ മുഖഭാവത്തിൽ നിന്നും അവൻ്റെ ഭയവും ടെൻഷനും ഞാൻ വായിച്ചെടുത്തു. ശേഷം ഞാൻ അവനെ സമാധാനിപ്പിക്കാനായി ഉടനെ പറഞ്ഞു, നീ ടെൻഷൻ അടിക്കല്ലേ. അവിടെ എത്തിയാലേ എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. തൽക്കാലം രേഖയോ ഒന്നും അറിയിക്കേണ്ട. നമുക്ക് ഉടനെ അവിടേക്ക് പോകാം എന്നും പറഞ്ഞ് ഞാൻ പുറത്തേക്ക് നടന്നു. ഐസക്കും ആഷിക്കും എൻ്റെ പുറകെ നടന്നു. ആഷിക്കിന് അപ്പോഴും ഒന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഐസക് അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഉടനെ തിരിഞ്ഞ് ആഷിക്കിനോടായി പറഞ്ഞു, നീ മുന്നിൽ നടക്ക്. അന്ന് ഇസയെ കിട്ടിയിടത്തു നിന്നും പിന്നെയും 1 കിലോമീറ്റർ അകത്തേക്ക് പോകണമെന്നാണ് പറഞ്ഞത്. നിനക്ക് ആ സ്ഥലം അറിയാലോ? ആ, അറിയാമെന്ന് പറഞ്ഞ് മുഖമൊക്കെ തുടച്ച ശേഷം ആഷിഖ് മുന്നേ നടന്നു. നടത്തമല്ല, ഓട്ടം തന്നെയായിരുന്നു. കാട് കയറി കുറേ നടന്നു അന്ന് ഇസയെ കിട്ടിയ സ്ഥലത്ത് എത്തി. അവിടെ നിന്ന് പിന്നെ ഏകദേശം നടവഴിയും ബൂട്ട് പ്രിൻറ്റും ഫോളോ ചെയ്ത് പിന്നെയും അകത്തേക്ക് നടന്നു. അരമണിക്കൂറോളമുള്ള നടപ്പിന് ശേഷം ദൂരെ ഒരാളുടെ രൂപം കണ്ടു. ഞങ്ങൾ അയാളെ ലക്ഷ്യമാക്കി നടന്നു. പ്രതീക്ഷിച്ച പോലെ തന്നെ അത് സുധീറായിരുന്നു. പക്ഷേ അയാൾ ഒറ്റയ്ക്കായിരുന്നു. അയാൾ ബുദ്ധിപൂർവ്വം കൂടെയുള്ളവരെയൊക്കെ മാറ്റിയെന്ന് എനിക്ക് തോന്നി. സുധീറിന് അടുത്തെത്തിയതോടെ ഭയത്തോടും ആകാംക്ഷയോടും ഞാൻ അവനോട് ചോദിച്ചു, എവിടെ ബോഡി എവിടെ? എന്താ ശരിക്കും സംഭവം? ഡോക്ടർ വന്ന് കണ്ടു നോക്ക്, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല എന്നും പറഞ്ഞ് അവൻ മുന്നേ നടന്നു. ഒരു വലിയ പാറയുടെ മുകളിലേക്ക് കയറി. അവിടുത്തെ കാഴ്ച കണ്ടതും ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എൻ്റെ പുറകെ വന്ന ആഷിക്കും തളർന്നുപോയി. ആ പാറക്കെട്ടിൻ്റെ മുകളിൽ കറക്റ്റ് ഇസയുടെ ഷേപ്പിൽ ഒരു ശവപ്പെട്ടി പോലെ മരം കൊണ്ട് പണിതിരിക്കുന്ന ആ പെട്ടിയിൽ വെള്ളം പോലത്തെ ദ്രാവകം ഒഴിച്ച ശേഷം അവളെ അതിൽ മുക്കിയിട്ടിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഇതെന്താണ് സംഭവമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഞാൻ സ്വല്പനേരം അതൊന്ന് കാര്യമായി നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ഇതേ സമയം ആഷിഖിനെ പിടിച്ചു നിർത്താൻ ഐസക്കും സുധീറും കിടന്ന് പെടാപ്പാട് പെടുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ഐസക് എൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചത്, നമുക്ക് ബോഡി നീക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ? ഏയ് നിക്ക് ഐസക്, ധൃതി പിടിക്കല്ലേ, എനിക്കൊത്തിരി ടൈം വേണം. ടൈമോ? ഇനി എന്തിനാ ടൈം? കാര്യങ്ങളൊക്കെ ഏകദേശം നമുക്ക് മനസ്സിലായില്ലേ ഇപ്പോൾ? ഇല്ല ഐസക്, ഇപ്പോഴും യഥാർത്ഥത്തിൽ എന്താണ് ഈ സംഭവങ്ങൾ എന്നൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല. ഇസയുടെ ബോഡി എങ്ങനെ ഇവിടെ വന്നു? അങ്ങനെയാണെങ്കിൽ ആ വീട്ടിൽ ഇപ്പോൾ ഉള്ളത് ആരാണ്? എങ്ങനെയാണ് ഇതെല്ലാം സംഭവിക്കുന്നത്? ഇതൊന്നും ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല നമുക്ക്. പെട്ടെന്നായിരുന്നു ഐസക്കിൻ്റെ മറുപടി. ആ കാര്യത്തിൽ എന്തിനാ ഇപ്പോൾ ഒരു സംശയം? ആ കുട്ടിയല്ലേ പ്രശ്നം, ലാവണ്യ. അവളുടെ സാമീപ്യമല്ലേ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം. അല്ല ഐസക്, ആ കണക്കുകൂട്ടലിലാണ് നമുക്ക് തെറ്റുപറ്റിയത്. ഇതുവരെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു സംഭവങ്ങളിലും അവളുടെ സാമീപ്യമില്ല. ലാവണ്യ എന്ന് പറയുന്ന കുട്ടിയുടെ ആത്മാവോ പിശാശോ ഒന്നും തന്നെ ഇവിടെ ഇല്ല ഐസക്. അവളല്ലടാ ഇതിൻ്റെ എല്ലാം പിന്നിൽ. നമുക്കിപ്പോഴും മനസ്സിലാവാത്ത മറ്റെന്തോ കാര്യമാണ് ഐസക് ഇതിൻ്റെയൊക്കെ പിന്നിൽ. ഇത് കേട്ടതോടെ ഐസക് ഞെട്ടിപ്പോയിരുന്നു. അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു അങ്ങനെയൊരു പ്രശ്നം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താ ചെയ്യുക? എന്താ നിൻ്റെ പ്ലാൻ? എത്ര നേരം ഈ ബോഡി നമുക്കിങ്ങനെ ഇടാൻ പറ്റുക? ഐസക് അത്രയും എന്നോട് ചോദിച്ചു നിർത്തി. എനിക്കൊന്നും അറിയില്ല ഐസക്. ഒരല്പസമയമെങ്കിലും നിങ്ങൾ എനിക്ക് താ. ഇന്ന് രാവിലെ തുടങ്ങിയല്ലേ നമ്മൾ ഇതിൻ്റെ കുരുക്ക് ഓരോ ഭാഗത്തുനിന്നും അഴിക്കാൻ തുടങ്ങിയത്. അതിനുള്ളിൽ തന്നെ എത്രയും പ്രശ്നങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് കാര്യങ്ങളൊന്ന് ഉൾക്കൊള്ളാൻ പോലും ടൈം കിട്ടിയിട്ടില്ല. ഞാൻ ചാടിക്കയറി ഒന്നും ചെയ്യലേ എന്ന് പറയുന്നതിൽ കാര്യമുണ്ട്. നോക്കിയും കണ്ടും ഓരോ പടിപടിയായി കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇത് എവിടെ ചെന്നെത്തുമെന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഒരല്പസമയമെന്ന് ഞാൻ പറയുന്നത്. അത്രയും ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞ ശേഷം ഞാൻ നേരെ ബോഡിയുടെ അടുത്തേക്ക് നടന്നു. കാര്യമായ നിരീക്ഷണം എനിക്ക് ആവശ്യമായിരുന്നു. ഞാൻ ഡീറ്റെയിലായി തന്നെ നിരീക്ഷണം തുടർന്നു. ഞാനൊന്ന് മുട്ടുകുത്തി ആ ബോഡി ഇട്ടിരിക്കുന്ന പെട്ടിയുടെ അടുത്തേക്ക് നിന്ന് ഞാൻ പയ്യെ ആ ലിക്വിഡിലൊന്ന് തൊട്ടു നോക്കി. അത് വെറും വെള്ളമല്ല എന്ന് എനിക്കുടനെ മനസ്സിലായി.
അത് വളരെ കട്ടിയേറിയ ഏതോ ദ്രാവകമായിരുന്നു. ഞാനൊന്ന് അതിലേക്ക് കൈയിട്ട് കുട്ടിയുടെ കൈയിലേക്ക് പിടിച്ചു നോക്കി. അല്പസമയത്തിന് ശേഷം അവളെ ഹൃദയത്തിലും ഒന്ന് അമർത്തി നോക്കി. ശേഷം അവളുടെ കണ്ണൊന്ന് കൺപോള മാറ്റി നോക്കി. അതാകെ വിളറിയിരിക്കുന്ന അവസ്ഥയായിരുന്നു. അവളുടെ ശരീരം അഴുകേണ്ട ടൈം കഴിഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലായി. ഞാൻ പയ്യെ അവിടെ നിന്ന് എഴുന്നേറ്റ ശേഷം ഞാൻ കർച്ചീഫ് കൊണ്ട് കൈയൊന്ന് തുടച്ചു. പെട്ടെന്നായിരുന്നു ആഷിഖ് നിറഞ്ഞ കണ്ണുകളോടെ എൻ്റെ മുന്നിലേക്ക് നിന്നത്. അപ്പോഴേക്കും അവൻ അപ്പാടെ തകർന്നിട്ടുണ്ടായിരുന്നു. അവൻ ഉടനെ എൻ്റെ കൈ പിടിച്ച ശേഷം നേർത്ത ശബ്ദത്തോടെ എന്നോട് ചോദിച്ചു, എൻ്റെ മോളെ എനിക്ക് കിട്ടുമോ ഡോക്ടറെ, അതോ അവൾ പോയോ? അതിനുള്ള ഉത്തരം എങ്ങനെ അവനോട് പറയണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എങ്കിലും ഞാൻ തുടർന്നു, ആഷിഖ്, എങ്ങനെ നിന്നോട് പറയണമെന്ന് എനിക്കറിയില്ല. ഒരിക്കലും ഒരു മാതാപിതാക്കളും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്ത. സോറി ആഷിഖ്, ഇസ്സ പോയി. എന്താണോ സംഭവിക്കരുതെന്ന് നമ്മൾ കരുതിയത് അത് സംഭവിച്ചു കഴിഞ്ഞു. അത്രയും കൂടി കേട്ടപ്പോൾ സഹിക്കവയ്യാതെ ആഷിഖ് എൻ്റെ നെഞ്ചിലേക്ക് വീണു. അവനൊട്ടും ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. എൻ്റെ നെഞ്ചിലേക്ക് കിടന്ന് അവൻ എന്തൊക്കെയോ പിച്ചും പേയും പറയുന്നുണ്ടായിരുന്നു. ഞാനാണ് എല്ലാത്തിനും കാരണം, ഞാൻ ചെയ്തതിനെല്ലാം എനിക്ക് തിരിച്ചു കിട്ടി. അവനങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. ഞാൻ അവനെ പിടിച്ചു നിർത്താൻ പാടുപെടുന്നത് കണ്ട് ഐസക്കും സുധീറും ഓടി വന്ന് അവനെ എങ്ങനെയൊക്കെയോ എൻ്റെ അടുത്തു നിന്നും പിടിച്ചു മാറ്റി. അവനെ അവിടെ എവിടെയോ ഇരുത്തി. ശേഷം ഐസക് എൻ്റെ അടുത്തേക്ക് വന്ന് അല്പം ഭയത്തോട് തന്നെ എന്നോട് ചോദിച്ചു, ഇസ ശരിക്കും പോയോ? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ ഇനി? ഇസ പോയി ഐസക്, അതിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ നമ്മളൊരു തോറ്റ കേസായിരുന്നു എടുത്തത്. ഈ ബോഡിക്ക് ഏകദേശം 2 ആഴ്ചയോളം പഴക്കമുണ്ട്. ശരീരം അഴുകാതിരിക്കാൻ ഏതോ ലിക്വിഡിൽ മുക്കിയിട്ടിരിക്കുകയായിരുന്നുവെന്ന് മാത്രം. അതായത് ഐസക്, നമ്മളിവിടെ വരുന്നതിന് മുന്നേ, നമ്മൾ ഈ കേസ് ഏറ്റെടുക്കുന്നതിന് മുന്നേ ഇസ മരിച്ചു കഴിഞ്ഞിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു തോറ്റ കേസാണ് നമ്മൾ ഏറ്റെടുക്കുന്നതെന്ന്. അത്രയും ഞാൻ പറഞ്ഞത് അവൻ അത്ഭുതത്തോടെയും അതിലുപരി ഒരുപാട് വിഷമത്തോടെയും കേട്ടിരുന്നു. ശേഷം ഞാനൊന്ന് തിരിഞ്ഞു. പിന്നെയും എൻ്റെ നിരീക്ഷണം ആ ബോഡിയിലേക്കായി. അല്പനേരത്തെ നിരീക്ഷണത്തിനൊടുവിലാണ് അത്രയും നേരം എൻ്റെ കണ്ണിൽ പതിയാതെ പോയൊരു മാർക്ക് ഞാൻ ശ്രദ്ധിക്കുന്നത്. ആ മരത്തിൻ്റെ പെട്ടിക്ക് താഴെ വട്ടത്തിലൊരു കറുത്ത പാട്. ഞാനതൊന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ഞാനൊന്ന് മുട്ടുകുത്തി നിന്ന ശേഷം അതിലൊന്ന് തൊട്ടു നോക്കി. അതിലെന്തോ കരിഞ്ഞമർന്ന പാട് പോലെയായിരുന്നു. തുടർന്ന് നോക്കിയപ്പോഴാണ് ആ പെട്ടിക്ക് ചുറ്റും അത്തരത്തിൽ നിശ്ചിതമായ അകലത്തിൽ അങ്ങനെ പാടുകളുണ്ട്. ആ പെട്ടിക്ക് ചുറ്റും എന്തോ കത്തിച്ചു വെച്ചിരുന്നുവെന്നതാണെന്ന് എനിക്ക് അതോടെ വ്യക്തമായി. തൊട്ടടുത്ത നിമിഷം എനിക്ക് മനസ്സിലായി കഴിഞ്ഞിരുന്നു ഏതാണ് ഇവിടെ നടക്കുന്നതെന്ന്. ഞാനൊന്ന് അല്പനേരത്തേക്ക് കണ്ണടച്ച ശേഷം ഇതുവരെ ഇവിടെ നടന്നിരുന്ന കാര്യങ്ങൾ ഒന്നേയെന്ന് തുടങ്ങി അനലൈസ് ചെയ്യാൻ തുടങ്ങി. എല്ലാ സംഭവങ്ങളും ഇതുവരെ നടന്ന പ്രശ്നങ്ങളുമെല്ലാം കൂട്ടി വായിച്ചു കഴിഞ്ഞപ്പോൾ വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ എനിക്കൊരു കംപ്ലീറ്റ് ഡ്രാഫ്റ്റ് കിട്ടിക്കഴിഞ്ഞിരുന്നു. ഇതുവരെ ഞാൻ തേടി നടന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണങ്ങൾ. ഞാനൊന്ന് വെട്ടിത്തിരിഞ്ഞ് അത്ഭുതത്തോടെ ഐസക്കിനെ നോക്കിയ ശേഷം അവനോട് പറഞ്ഞു, ഞാനത് ഉറപ്പിച്ചു ഐസക്. ഇന്ന് രാവിലെ നിന്നോട് വെറും സാധ്യത പോലെ പറഞ്ഞ ആ കാര്യം ഞാൻ ഉറപ്പിച്ചു ഐസക്. ഇതൊരു റിവഞ്ച് തന്നെയാണ്. വളരെ ഭംഗിയായി ഒരു മനുഷ്യനും വായിച്ചെടുക്കാൻ പറ്റാത്തവണ്ണം നടത്തിയ ഒരു പെർഫെക്റ്റ് റിവഞ്ച്. അത്രയും കേട്ടതോടെ ഐസക്കിൻ്റെ ഒപ്പം ആഷിഖിൻ്റെയും സുധീറിൻ്റെയും മുഖഭാവം അപ്പാടെ മാറിപ്പോയിരുന്നു. ആഷിഖ് അപ്പോഴേക്കും ഇരുന്നിടത്ത് നിന്ന് എങ്ങനെയോ തപ്പിപ്പിടിച്ച് എൻ്റെ അടുത്തേക്ക് വന്നു. ശേഷം ഒരുപാട് ആകാംക്ഷയോടെ അവൻ എന്നോട് ചോദിച്ചു, ആരാ? അവൻ്റെ മുഖത്ത് നോക്കാതെ തന്നെ ഞാൻ പറഞ്ഞു, ആഷിഖിന് ആ നെയിം ഓർക്കുന്നുണ്ടോ എന്നെനിക്കറിയില്ല. സന്ദീപൻ. നീ അയാളെ മറക്കാൻ വഴിയില്ല. എന്നാലും ഒന്നുകൂടി വ്യക്തമാക്കുകയാണെങ്കിൽ ലാവണ്യയുടെ അച്ഛൻ. അത് കേട്ടതോടെ ആഷിഖ് ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. പക്ഷേ നേരത്തെ അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് സൂചനയുള്ളതിനാലാവണം ഐസക്കിന് വലിയ ഭാവവ്യത്യാസമുണ്ടായിരുന്നില്ല. ശേഷം ഞാൻ അവരോട് 3 പേരോടുമായി തുടർന്നു.
ഇതുവരെ ഇവിടെ നടന്ന സകല കാര്യങ്ങളും, ഐസക്കിന്റെ അന്വേഷണങ്ങളിൽ നിന്ന് കിട്ടിയ ആഷിക്കിന്റെ ഭൂതകാലമടക്കമുള്ള വിവരങ്ങളും, ഒപ്പം തന്നെ ഇസയെ ഇത്തരത്തിൽ ബോഡി ഉപേക്ഷിച്ചിരിക്കുന്ന രീതിയും, ഇത്രയും കാര്യങ്ങൾ കൂട്ടി വായിച്ചാൽ നമുക്ക് ഏകദേശം ഇതിൻ്റെ പുറകിലെ എല്ലാ കാര്യങ്ങളെയും കുറിച്ചുള്ള ഡ്രാഫ്റ്റ് കിട്ടും. എൻ്റേതായ ശൈലിയിൽ ഞാൻ പിന്നെയും തുടർന്നു. ഞാൻ ഒന്നുകൂടി വിശദമാക്കി തരാം. ഏറെ കാത്തിരുന്ന് കിട്ടിയ തൻ്റെ മകളെയും അധികം വൈകാതെയുള്ള തൻ്റെ ഭാര്യയുടെ മരണത്തിലും അയാൾ ആകെ തളർന്നിട്ടുണ്ടാവണം. വളരെ വലിയ രീതിയിൽ മെൻ്റലി പ്രഷറിൽ ആയിട്ടുണ്ടാവണം അയാൾ. ആ പ്രഷർ അയാളെ കൊണ്ടുപോയി എത്തിച്ചത് ഒരു പ്രതികാരത്തിലേക്കായിരുന്നു. തൻ്റെ മകളുടെയും ഭാര്യയുടെയും മരണത്തിന് കാരണക്കാരനായ ആഷിഖിനെ എങ്ങനെയും തകർക്കുകയെന്നതായി അയാളുടെ ലക്ഷ്യം. ഒരു തവണ നിയമപരമായി നീങ്ങി പരാജയപ്പെട്ട അയാൾക്ക് മറ്റൊരു വഴി കണ്ടെത്തണമായിരുന്നു. ഒരു പക്ഷേ മറ്റാർക്കും കണ്ടെത്താൻ പറ്റാത്ത, ഒരു നിയമത്തിനും കൊടുക്കാൻ പറ്റാത്തൊരു വഴി. അതിന് അയാൾ കണ്ടെത്തിയ ആ വഴിയായിരുന്നു ഇത്രയും നാളും ഈ കേസ് ഇത്രത്തോളം നിഗൂഢമായി കിടക്കുവാൻ കാരണം. എന്തായിരുന്നു ആ വഴി? എങ്ങനെയാണ് അയാൾ ഇത്രയും ചെയ്തത്? ആകാംക്ഷയോടെ ആഷിഖ് എന്നോട് ചോദിച്ചു നിർത്തി. ഞാൻ തുടർന്നു. വലിയ ജ്യോതിശാസ്ത്ര പാരമ്പര്യമുള്ള ഒരു വീട്ടിലെ കണ്ണിയായിരുന്നു ഈ പറയുന്ന സന്ദീപൻ. അങ്ങനെ ഒരാൾക്ക് ഒരു പക്ഷേ ഇതുപോലെ ഒരു വഴി സ്വായത്തമാക്കാൻ വലിയ പാടുണ്ടാവാൻ വഴിയില്ല. വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു ആഭിചാര ക്രിയയാണ് അയാൾ ചെയ്തത്. നമുക്കൊന്നും കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരുതരം ആഭിചാരക്രിയ. ഇസയെ വീട്ടിൽ നിന്നും എങ്ങനെയോ ഇവിടെ ഈ ഉൾക്കാട്ടിലെത്തിച്ച അയാൾ അവളെ ഏതോ നാഡീശാസ്ത്രത്തിൻ്റെ സഹായത്താൽ ശരീരത്തിന് യാതൊരുവിധ അംഗഭംഗവും വരാത്ത രീതിയിൽ തന്നെ വധിച്ചിട്ടുണ്ടാകണം. ശേഷം അയാളുടെ തലമുറകളായി കൈമാറി വന്ന ആ കർമ്മരീതിയിൽ അയാൾ അവളുടെ ആത്മാവിനെ വേർപ്പെടുത്തിയെടുത്തിട്ടുണ്ടാകണം. അവളുടെ ശരീരം ഈ രീതിയിൽ അഴുകാത്ത രീതിയിൽ അയാൾ സ്ഥാപിച്ചു. അങ്ങനെ വേർപ്പെടുത്തിയെടുത്ത ആത്മാവിനെ അയാൾ വളരെ ഭംഗിയായി ഉപയോഗിക്കാൻ പറ്റുന്ന വിധമാക്കിയെടുത്തു. പിന്നീട് അയാൾ നമുക്ക് തിരിച്ചു തന്നതും ആ വീട്ടിൽ അത്രയും പ്രശ്നങ്ങൾക്ക് കാരണമായതും അയാളുടെ നിയന്ത്രണത്താൽ രൂപപ്പെടുത്തിയെടുത്ത ആത്മാവ്. ഒരു പക്ഷേ നമ്മളിൽ പലരും കേട്ടിരിക്കുന്ന പരകായ പ്രവേശം പോലെയുള്ള കലകളുടെ മറ്റൊരു രൂപമാണ് ഇയാൾ നടത്തിയത്. ഇതെല്ലാം ഒരു തിയറി മാത്രമാണ്. ആഷിഖിൻ്റെയും സന്ദീപിൻ്റെയും പാസ്റ്റ് കൂടി വായിച്ചപ്പോൾ കിട്ടിയ ഒരു തിയറി. അത്രയും കേട്ടപ്പോൾ അവർ മൂന്നുപേരും ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. അവർക്കാർക്കും ഉൾക്കൊള്ളാൻ പറ്റാവുന്നതിലും അപ്പുറമുള്ള കാര്യമായിരുന്നു അത്. അതിനിടയിൽ പെട്ടെന്നായിരുന്നു ഐസക്കിൻ്റെ ചോദ്യം. അല്ല, അങ്ങനെയാണെങ്കിൽ അപ്പോൾ ആ വീട്ടിലുള്ള അവളെ നമുക്ക് ഒഴിവാക്കണ്ടേ? അവൾ അങ്ങനെ നിൽക്കുന്നത് കൂടുതൽ അപകടമല്ലേ? അതിനു മറുപടിയായി ഞാൻ അല്പനേരം നിശബ്ദമായി നിന്നു. യഥാർത്ഥത്തിൽ അവളെ എങ്ങനെ ഒഴിവാക്കണമെന്ന് എനിക്കറിയില്ല. ഐസക് പറഞ്ഞ പോലെ അവൾ അവിടെ നിൽക്കുന്നത് കൂടുതൽ അപകടം തന്നെയാണ്. ഞാൻ അവിടെ നിന്നുകൊണ്ട് തന്നെ അവളെ എങ്ങനെ ഒഴിവാക്കാമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷമാണ് എൻ്റെ മുന്നിൽ മറ്റൊരു വിഷയം കൂടി എത്തിയത്. ഞാൻ ഇത്രയും നേരം ആലോചിക്കാതെ വിട്ട ഒരു ഭൂലോക അബദ്ധം. ഞാൻ ഉടനെ ഞെട്ടിത്തിരിഞ്ഞ് ഭയത്തോടെ ആഷിഖിനും ഐസക്കിനോടുമായി, നമുക്ക് വലിയൊരു അബദ്ധം പറ്റിപ്പോയി. എന്താ, എന്ത് പറ്റി? അങ്ങേയറ്റം ഭയത്തോടെ ആഷിഖ് ചോദിച്ചു. ഞാൻ ഉടനെ അവരോടായി സംശയരൂപേണ ചോദിച്ചു. ഇസയെ വധിക്കുകയെന്നതായിരുന്നല്ലോ അയാളുടെ ലക്ഷ്യം. അതിനുശേഷം എന്തിനായിരിക്കണം അയാൾ അത്തരത്തിലൊരു ആത്മാവിനെ വീട്ടിലേക്ക് എത്തിക്കാൻ കാരണം? അതിപ്പോൾ അന്ന് അയാൾ ആ 10 വർഷത്തോളം അനുഭവിച്ച മാനസിക വിഷമം ഇവരെയും അറിയിക്കണമെന്ന് അയാൾക്ക് ഉണ്ടായിരിക്കണം. അതിനായിരിക്കണം അയാൾ അങ്ങനെ ചെയ്തത്. ഐസക് പറഞ്ഞു നിർത്തി. അവൻ പറഞ്ഞു കഴിഞ്ഞതും ഞാൻ ഉടനെ പറഞ്ഞു, ഇല്ല ഐസക്, അവിടെ നമുക്ക് തെറ്റി. അങ്ങനെ ഒരു മാനസികമായ സമ്മർദ്ദമുണ്ടാക്കാൻ മാത്രമല്ല അവളെ അയാൾ അവിടെ എത്തിച്ചിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം രാത്രിയിൽ അവളുടെ റൂമിൽ കയറിയപ്പോൾ ഒരു കാഴ്ച കണ്ടായിരുന്നു. ആ റൂമിലെ സീലിംഗ് ഫാനിൽ സാരി കൊണ്ടുണ്ടാക്കിയ ഒരു തൂക്കുകയർ. അതാണ് അയാൾ എന്തോ അനുഭവിച്ചത്. അത് തന്നെ ആഷിഖിനും കൊടുക്കണം. അതായത് അയാൾ എന്താണോ അനുഭവിച്ചത് അത് തന്നെ ആഷിഖിനും കൊടുക്കണം. അതാണ് അയാളുടെ പ്ലാൻ. ഞാൻ അത്രയും പറഞ്ഞു കഴിഞ്ഞതോടെ ആഷിഖിന് ആ ഭീകരാവസ്ഥ മനസ്സിലായി കഴിഞ്ഞിരുന്നു. അവനുടനെ ഭയത്തോടെ പറഞ്ഞു, അയ്യോ രേഖ, അവൾ അവിടെ ഒറ്റയ്ക്കാണ്. നമുക്ക് എന്തെങ്കിലും ചെയ്യണം. എൻ്റെ തെറ്റിന് എൻ്റെ മകളെ എനിക്ക് നഷ്ടമായി.
ഇനി ഒന്നും അറിയാത്ത അവളെ കൂടി കൊടുക്കാൻ എനിക്ക് വയ്യ. അവൻ ഉടനെ എൻ്റെ കയ്യിലേക്ക് കയറി പിടിച്ചിട്ട് പറഞ്ഞു, വാ നമുക്ക് വീട്ടിലേക്ക് പോവാം, അവളെ രക്ഷിക്കണം. ഞാനുടനെ സൗമ്യമായി അവനോട് പറഞ്ഞു, ഇല്ല ആഷിഖ്, നമുക്ക് ഓടിപ്പോയി അവിടെ ഒന്നും ചെയ്യാനില്ല. അവിടെയുള്ളത് ഒരു മനുഷ്യനല്ല ആഷിഖ്, തന്ത്രപൂർവ്വം നമുക്ക് അവളെ ഒഴിവാക്കുകയാണ് വേണ്ടത്. അത്രയും പറഞ്ഞ ഉടനെ അവൻ സഹിക്ക വയ്യാതെ ഒന്നുകൂടി എൻ്റെ കൈ കൂട്ടിപ്പിടിച്ച ശേഷം പറഞ്ഞു, എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം ഡോക്ടർ, അവളെ കൂടി നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ. ഞാനുടനെ അവൻ്റെ കണ്ണിലേക്ക് നോക്കിയ ശേഷം പറഞ്ഞു, അവസാന നിമിഷം വരെ ഇസയെ രക്ഷിക്കണമെന്ന് തന്നെയായിരുന്നു എനിക്ക്. പക്ഷേ യഥാർത്ഥത്തിൽ ഞാനിവിടെ എത്തുന്നതിനു മുന്നേ അരുതാത്തത് സംഭവിച്ചു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ തോറ്റുപോയത്. പക്ഷേ രേഖയുടെ കാര്യം അങ്ങനെയല്ല. അതിൽ നമ്മൾ തോൽക്കില്ല ആഷിഖ്. ഏതറ്റം വരെ പോയാലും നമ്മൾ അവളെ രക്ഷിച്ചിരിക്കും. ഞാൻ നിനക്ക് ഉറപ്പു തരുന്നു. അത്രയും പറഞ്ഞ് ഞാൻ നേരെ സുധീറിനടുത്തേക്ക് വിളിച്ചു. ആഷിഖിനെ ഏൽപ്പിച്ചു. ശേഷം ഐസക്കിനോട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി. എന്നെയും പ്രഷർ ബാധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആദ്യമായിട്ടാണ് ഇത്രയും ടെൻഷനോടെ ഒരു കേസിനെ സമീപിക്കേണ്ടി വന്നിരിക്കുന്നത്. ഐസക് എനിക്ക് ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. എനിക്കാണെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ആഷിഖിന് വാക്കുകളെല്ലാം കൊടുത്തുവെങ്കിലും എൻ്റെ മുന്നിൽ ഒരു വഴിയും ഇല്ലെന്നുള്ളതായിരുന്നു സത്യം. എങ്കിലും ഓരോ സെക്കൻഡ് കഴിയും തോറും രേഖ അവിടെ അപകടത്തിലാണെന്നുള്ള കാര്യവും എനിക്കറിയാം. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ അവളെ കൂടി നഷ്ടപ്പെടും. ഇല്ല, അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. ഞാൻ ഉടനെ തന്നെ കാര്യങ്ങളെല്ലാം ഒന്നുകൂടി തന്നെയും പിന്നെയും മനസ്സിൽ ആലോചിക്കാൻ തുടങ്ങി. പല രീതിയിൽ സംഭവങ്ങളെ അനലൈസ് ചെയ്യാൻ ശ്രമിച്ചു. എവിടെയെങ്കിലും ഒരു ലൂപ്പ് ഹോൾ ഉണ്ടാവുമെന്ന് ഞാൻ ഉറപ്പിച്ചു. അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം ഞാൻ ഒന്നുകൂടി ആ ബോഡി നിരീക്ഷിക്കാൻ തുടങ്ങി. പെട്ടെന്നായിരുന്നു എൻ്റെ മനസ്സിലൊരു ചോദ്യം വന്നു. ഞാനൊന്ന് കണ്ണടച്ചു. ആ രീതിയിൽ കാര്യങ്ങൾ ആലോചിക്കാൻ തുടങ്ങി. യെസ്, ഇത്രയും നേരം ഞാൻ കണ്ടെത്താൻ ശ്രമിച്ച ആ ലൂപ്പ് ഹോൾ അതാ മുന്നിൽ തന്നെയുണ്ട്. ഞാൻ ഉടനെ ഒന്ന് ഐസക്കിനെ നോക്കിയ ശേഷം അവനോടായി ചോദിച്ചു, എന്തുകൊണ്ടായിരിക്കും അയാൾ ഈ ബോഡി ആരും അറിയാത്ത രീതിയിൽ ഉപേക്ഷിക്കാതെ ഇങ്ങനെ അഴുകാത്ത രീതിയിൽ സ്ഥാപിക്കാൻ കാരണം? അവന് ഒന്നും മനസ്സിലാവാതെ എന്നെ നോക്കിക്കൊണ്ടിരുന്നു. ഞാൻ പിന്നെയും തുടർന്നു, അതായത് ഐസക്, അയാൾ ചെയ്ത രീതി പ്രകാരം ആ ആത്മാവ് ഈ ഭൂമിയിൽ ഇങ്ങനെ നിലനിൽക്കണമെങ്കിൽ അവളുടെ ശരീരത്തിന് യാതൊരുവിധ പ്രശ്നവും വരാതെ ബോഡി അഴുകാതെ നശിക്കാതെ നിലനിൽക്കണം എന്നുണ്ടാവണം. അല്ലാത്ത പക്ഷം അയാൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യുവാൻ സാധ്യതയില്ല. പെട്ടെന്നായിരുന്നു ആഷിഖിൻ്റെ ശബ്ദം. എന്താ അപ്പോൾ ഡോക്ടർ പറഞ്ഞു വരുന്നേ? എന്താ നമുക്ക് ചെയ്യാനുള്ളത്? ഞാനുടനെ അവരോട് പറഞ്ഞു. ഒരൊറ്റ പ്രാവശ്യമേ അവളുടെ എക്സ്പ്രഷനിൽ ഞാൻ മാറ്റം കണ്ടിട്ടുള്ളൂ. ഒരിക്കൽ അവളോട് കാര്യങ്ങൾ ചോദിക്കാൻ അവളെ ബാൽക്കണിയിൽ കൊണ്ടുവന്ന ദിവസം. അവൾ വരുന്ന ടൈമിൽ ഞാൻ ടേബിളിൽ കിടന്ന ഒരു ലൈറ്റർ വെറുതെ അടിച്ചുകൊണ്ടിരിക്കുന്ന ടൈം ഞാൻ ഓർക്കുന്നുണ്ട്. ആ ലാമ്പിലെ ചെറിയ ഒരു അഗ്നിയെപ്പോലും അവൾ ഭയന്നിരുന്നു. അതായത് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ നമുക്ക് ഈ ബോഡി നശിപ്പിക്കണം. ഞാനത് പറഞ്ഞതും ആഷിഖ് വല്ലാതെയായിപ്പോയി. ഒരു അച്ഛൻ്റെ ദയാഭാവം ഞാൻ അവനിൽ കണ്ടു. ഞാൻ ഉടനെ അവൻ്റെ അടുത്തേക്ക് നടന്നു ചെന്ന ശേഷം അവനോട് പറഞ്ഞു, ഇസയുടെ മരണം നീ ഉൾക്കൊള്ളണം. അതെല്ലാം നമ്മുടെ കയ്യിൽ നിന്നും പോയ കാര്യമാണ്. നിർഭാഗ്യവശാൽ ആ കുട്ടിക്ക് മതപരമായ ഒരു ആദരവും ചടങ്ങുകളും കർമ്മങ്ങളും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതെ ആഷിഖ്, നമുക്കുടനെ അവളെ സംസ്കരിക്കണം. ഇപ്പോൾ തന്നെ നമുക്കത് ചെയ്യണം. അവനത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ പോലും രേഖയുടെ ജീവന്റെ അപകടമോർത്തപ്പോൾ അവനത് തലയാട്ടി സമ്മതിച്ചു. അവൻ്റെ സമ്മതം കിട്ടിയ ഉടനെ ഞാൻ സുധീറിനോടായി പറഞ്ഞു, സുധീറെ, നീയും ഐസക്കും ഉടൻ തന്നെ ഇവിടെ ഏറ്റവും അടുത്തുള്ള പൊതുശ്മശാനത്തിൽ കുട്ടിയെ എത്തിക്കണം. എത്രയും വേഗം സംസ്കരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. ഞങ്ങൾ ഉടനെ വീട്ടിലേക്ക് പോവുകയാണ്. അവിടുത്തെ അവസ്ഥ നിയന്ത്രിക്കാൻ ഞങ്ങൾക്കുടനെ അവിടെ എത്തിയേ മതിയാകൂ. പെട്ടെന്നായിരുന്നു സുധീറിൻ്റെ മറുപടി. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അങ്ങനെ ഓടിച്ചെന്നൊരു ബോഡി സംസ്കരിക്കാനൊന്നും പറ്റുന്ന കാര്യമല്ല. അതിന് കുറച്ചൊക്കെ ലീഗൽ കാര്യങ്ങളൊക്കെയുണ്ട്. ഞാൻ ഉടനെ പറഞ്ഞു, അതെല്ലാം എനിക്കും അറിയാം. പക്ഷേ നമുക്ക് ലീഗൽ പേപ്പറൊന്നും ക്ലിയർ ചെയ്യാനുള്ള ടൈമില്ല. സുധീർ, ഞാൻ നിങ്ങളുടെ SI പൊസിഷൻ മിസ്യൂസ് ചെയ്യാനല്ല പറയുന്നത്. പക്ഷേ ഇപ്പോൾ തൻ്റെ പൊസിഷൻ വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ മറ്റൊരു ജീവൻ തന്നെ രക്ഷിക്കാം.
ഞാൻ അത്രയും പറഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ അവനും ഉൾക്കൊണ്ടു. അവിടുത്തെ കാര്യങ്ങൾ വേണ്ട പോലെ ചെയ്തോളാം എന്നവൻ പറഞ്ഞു. അതോടെ ഞാൻ നേരെ ആഷിഖിനോട് പറഞ്ഞു, ഇനി നമുക്ക് ടൈമില്ല, ഉടനെ നമുക്ക് വീട്ടിലേക്ക് പോവാം. അവൻ ശരിയെന്ന അർത്ഥത്തിൽ തലയാട്ടിയ ശേഷം കുറച്ചുനേരം കുട്ടിയെ നോക്കി നിന്നു. ശേഷം അവളുടെ നെറുകിൽ ഒരു ചുംബനവും നൽകി അവൻ തിരിച്ചു നടന്നു. പോകുന്നതിന് മുന്നെയായി ഞാൻ ഐസക്കിനോട് പറഞ്ഞു, വലിയൊരു പരീക്ഷണത്തിനായാണ് നമ്മൾ മുതിരുന്നത്. എന്ത് വില കൊടുത്തും നമുക്ക് അവളെ രക്ഷിച്ചേ പറ്റൂ. എത്രയും വേഗം നിങ്ങൾ ആ ജോലി പൂർത്തിയാക്കണമെന്ന് പറഞ്ഞ ശേഷം ഞാനും ആഷിഖും തിരിച്ചിറങ്ങാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഓട്ടമായിരുന്നു തിരിച്ച്. എത്രയും വേഗം വീട്ടിലെത്തിയാലേ അവിടുത്തെ അവസ്ഥ അറിയാൻ പാടുള്ളതായിരുന്നു. എങ്ങനെയൊക്കെയോ ഞങ്ങൾ ഓടിക്കിതച്ച് കാടിറങ്ങി. ഏറെ നേരത്തെ ഓട്ടത്തിന് ശേഷം ഞങ്ങൾ വീടിന് മുന്നിലെത്തി. ഗേറ്റും തള്ളി തുറന്ന് എന്നേക്കാൾ മുന്നേ അവൻ ഓടി. പക്ഷേ ഓടിച്ചെന്ന് അവൻ മെയിൻ ഹാളിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് എന്തോ കണ്ട് പൊടുന്നനെ നിന്നു. ഞാൻ ഉടനെ അവൻ്റെ പിറകെ ഓടിച്ചെന്നു. ഞാനും ആ കാഴ്ച കണ്ട് ഒരു നിമിഷം അവിടെ തന്നെ നിന്നുപോയി. ഹാളിൽ വലിച്ചിഴച്ച രീതിയിൽ ചോരപ്പാട്. ഏകദേശം ഹാളിൻ്റെ നടുവിൽ നിന്ന് തുടങ്ങി അത് ഇസയുടെ റൂം വരെ പടർന്നു കിടക്കുന്നു. ഭയപ്പെട്ട പോലെ എന്തോ സംഭവിച്ചുവെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഉടനെ ആ റൂം ലക്ഷ്യമാക്കി ഓടി. അവിടെ എത്തിയപ്പോഴേക്കും ഭീമാകാരമായ കാഴ്ചയായിരുന്നു. റൂമിലാകെ ചോര പടർന്നു കിടക്കുന്നു. ഞാൻ നോക്കുമ്പോൾ ഇസ രേഖയെ കാലിൽ പിടിച്ചു വലിച്ചിഴച്ചു റൂമിൻ്റെ നടുവിലേക്ക് കൊണ്ടുപോകുന്നു. അവളുടെ തലയിലെ മുറിവിൽ നിന്നും ചോര ഒലിക്കുന്നതും കാണാം. സീലിംഗ് ഫാനിൽ ആ കുരുക്കും കാണാം. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പൊടുന്നനെ ആഷിഖ് ഇസ എന്ന് വലിയ ശബ്ദത്തിൽ വിളിച്ചു. അവളൊന്ന് തിരിഞ്ഞു നോക്കിയ ശേഷം ഞങ്ങളെ മൈൻഡ് ചെയ്യാതെ അവൾ അവളുടെ ജോലി തുടർന്നു. എന്തായാലും ഇവളെ ശാരീരികമായി തടുക്കാൻ സാധിക്കില്ലെന്ന് എനിക്ക് വ്യക്തമായി. മാനസികമായ രീതിയിൽ കുറച്ചു നേരത്തേക്ക് അവളെ നോക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. ഞാൻ അവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ശ്രമം തുടങ്ങി. ഞാൻ ഉടനെ മുന്നിലേക്ക് നടക്കാൻ തുടങ്ങിയ ആഷിഖിനെ ഒന്ന് തടഞ്ഞ ശേഷം ഇസയോടായി അല്പം സ്വരം താഴ്ത്തി സംസാരിക്കാൻ തുടങ്ങി. ഇസ, നിനക്കെന്താണ് വേണ്ടത്? ലാവണ്യയ്ക്ക് പകരം മറ്റൊരു ജീവന് നീ നിന്നെ തന്നെ കൊടുത്തില്ലേ? ഇനി നിനക്ക് എന്താണ് വേണ്ടത്? എൻ്റെ ആ ചോദ്യം നന്നായി തന്നെ ഏറ്റു. അവളെന്നെ തിരിഞ്ഞു തുറിച്ചു നോക്കി. അവളിലെ എക്സ്പ്രഷനിലെ വേരിയേഷൻ ഞാൻ കണ്ടു. അതെനിക്ക് പോസിറ്റീവായൊരു സാധ്യതയാണ് നൽകിയത്. അല്പനേരം കൂടി അവളെ സമാധാനമായി നിർത്താൻ സാധിക്കുമെന്നൊരു സാധ്യത. അതോടെ എൻ്റെ ഭയമെല്ലാം പൂർണ്ണമായും ഒഴിഞ്ഞു. എന്നിലെ സൈക്കോളജി ഡോക്ടർ ഉണർന്നു കഴിഞ്ഞു. അവൾ എന്നോട് തിരിഞ്ഞു സംസാരിക്കാൻ തുടങ്ങി. അവൾക്ക് രേഖയുടെ ജീവൻ വേണമെന്നുള്ള വാശി തന്നെയായിരുന്നു. ഏറെ നേരം ആ ജീവന് വേണ്ടി ഞാൻ അവളോട് വാദിച്ചു. യഥാർത്ഥത്തിൽ പരമാവധി സമയം കളയുക, അതായിരുന്നു എൻ്റെ ലക്ഷ്യം. ഐസക്കിൻ്റെയും സുധീറിൻ്റെയും ജോലി തീരുന്നതുവരെ എനിക്കിവളെ ഇങ്ങനെ പിടിച്ചു നിർത്തുകയേ വഴിയുള്ളൂ. പിന്നെയും കുറച്ചു നേരത്തെ എൻ്റെ സംസാരത്തിനൊടുവിൽ അവൾ വയലൻ്റ് ആവാൻ തുടങ്ങി. അതിനുശേഷം അവൾ എൻ്റെ ചോദ്യമൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ അവളുടെ ജോലി തുടരാൻ തുടങ്ങി. നിലത്തു കിടന്ന രേഖയെ നിഷ്പ്രയാസം അവൾ പൊക്കിയെടുത്തു. ശേഷം ആ കുരുക്കിൽ കുരുക്കാൻ തുടങ്ങി. അത് കണ്ടതും ആഷിഖുടനെ അവളെ ലക്ഷ്യമാക്കി ഓടിച്ചെന്നു. പക്ഷേ അവനെയും അവൾ നിഷ്പ്രയാസം തന്നെ തള്ളിമാറ്റി. അവൻ നിലത്തടിച്ചു വീണു. എൻ്റെ മുന്നിലും വേറെ വഴിയൊന്നുമില്ല. ഞാൻ അവളെ ലക്ഷ്യമാക്കി ഓടിച്ചെന്നു അവളെ തടയാൻ നോക്കി. പക്ഷേ അടുത്ത നിമിഷം വലിയ ശക്തിയോടെ എന്നെയും തള്ളിമാറ്റി. ഞാനും തെറിച്ചു വീണു. ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് അവൾ രേഖയുടെ കഴുത്തിൽ കുരുക്കിട്ടു. അടുത്ത നിമിഷം ഞാനും അവനും ഒരുമിച്ച് എങ്ങനെയോ എഴുന്നേറ്റ് അവളെ ലക്ഷ്യമാക്കി നടന്നു. പക്ഷേ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് അടുത്ത നിമിഷം അവൾ വലിയ ശബ്ദത്തോടെ അലറാൻ തുടങ്ങി. എന്താണെന്ന് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. പൊടുന്നനെ അവളുടെ കൈയും കാലും മുറുകുന്നത് ഞാൻ കണ്ടു. അവൾക്ക് ആകെ ഒരു അസ്വസ്ഥത. അവൾ ഉടനെ നിലത്തടിച്ചു വീണു. മരണവെപ്രാളത്തിൽ പിടയാൻ തുടങ്ങി. അവൾ ഒന്നുകൂടെ വലിയ ശബ്ദത്തിൽ അലറി. ആ അലർച്ചയിൽ ഞങ്ങൾ രണ്ടുപേരും ഞെട്ടിപ്പോയി. പക്ഷേ തൊട്ടടുത്ത നിമിഷം ആകെ മൂകതയായിരുന്നു. ചുറ്റും നോക്കിയ ഞാൻ ഞെട്ടിപ്പോയി. അവളെ കാണുന്നുണ്ടായിരുന്നില്ല. ആകെ ഒരു നിശബ്ദത മാത്രം. പെട്ടെന്നായിരുന്നു എൻ്റെ ഫോൺ ബെല്ലടിച്ചത്. ഐസക്കായിരുന്നു അത്. ഞാൻ അറ്റൻഡ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. ഹലോ, പറയൂ ഐസക്. ആ എടാ, ഇവിടെ പറഞ്ഞ പോലെയെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് ഇവിടെ കിട്ടിക്കഴിഞ്ഞു ഐസക്. ചെറിയ ചിരിയോടെ ഞാൻ പറഞ്ഞു നിർത്തി. ശേഷം ഞാൻ അവനോട് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്താൻ പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. ആഷിഖ് ഉടനെ തന്നെ രേഖയുടെ അടുത്തേക്ക് ഓടി. ഞാൻ അപ്പോഴേക്കും പുറത്തേക്ക് ഓടി കാർ റെഡിയാക്കി.
ഞങ്ങൾ ഉടനെ തന്നെ അവളെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു. അങ്ങനെ അന്നത്തെ സംഭവത്തിന് ശേഷം 5 ദിവസം കഴിഞ്ഞപ്പോൾ ആ രാവിലെ ഞങ്ങൾ ബാഗെല്ലാം പാക്ക് ചെയ്ത് അവിടെ നിന്നിറങ്ങി. ഹാളിൽ അപ്പോഴേക്കും ഞങ്ങളെ യാത്രയാക്കാൻ ആഷിക്കും രേഖയും ഉണ്ടായിരുന്നു. ദൈവസഹായത്താൽ അന്ന് കൃത്യസമയത്ത് രേഖയെ ഹോസ്പിറ്റലിൽ എത്തിച്ചതിനാൽ അവളെ രക്ഷപ്പെടുത്താൻ പറ്റിയിരുന്നു. അതിനുശേഷം മാനസികമായി തകർന്ന 2 പേരെയും തിരിച്ച് ജീവിതത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലായിരുന്നു ഞാൻ. അത് നല്ലൊരു ശതമാനം വിജയം കണ്ടു. ഞങ്ങൾ പയ്യെ പുറത്തേക്ക് നടന്നു. അവരും ഞങ്ങളുടെ ഒപ്പം വന്നു. ശേഷം ഞാനൊന്ന് ആഷിക്കിനെ പേഴ്സണലായി മാറ്റി നിർത്തിയ ശേഷം ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ആഷിക്കെ, എങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചാലും പറ്റാത്ത ഒന്നാണ് നിന്റെ കയ്യിൽ നിന്ന് സംഭവിച്ചു പോയത്. പക്ഷേ അതെല്ലാം കഴിഞ്ഞു. നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല. എന്നാൽ നീ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സ്വന്തം മകൾ നഷ്ടപ്പെട്ട സ്വാർത്ഥതാബോധം നിനക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നീ അയാളെ കണ്ടെത്തണം, സന്ദീപനെ. അയാളാകെ തകർന്ന അവസ്ഥയിലായിരിക്കുകയുള്ളൂ. നീ അയാളെ തിരിച്ചു ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. എല്ലാം ഏറ്റുപറയണം. എല്ലാം നന്നായാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും ആഷിക്കെ. അവനെ ഒരു അനിയനെ പോലെ ചേർത്തു നിർത്തി അത്രയും പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം പയ്യെ ഞങ്ങൾ അവിടെ നിന്നിറങ്ങി.